നമ്മുടെ കർത്താവിൻ്റെ ഇഹലോക ജീവിതം ഒരു യാത്രയായിരുന്നു. ഹ്രസ്വമായ ഒരു കാലം മാത്രമേ യേശുതമ്പുരാൻ ഐഹികമായ ഈ ലോകത്തിൽ ജീവിച്ചുള്ളൂ. അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ ഓരോ യാത്രയും വളരെ പ്രാധാന്യമർഹിക്കുന്നതും നിർണായകവുമായിരുന്നു. കർത്താവും ശിഷ്യന്മാരും ചേർന്ന് നടത്തിയ ഒരു യാത്ര, ആ യാത്രയിലുണ്ടായ അനുബന്ധമായ കാര്യങ്ങളാണ് ഈ സായം സന്ധ്യയുടെ നിറവിലേക്ക് സമർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. നമ്മുടെ പൂർണ്ണമായ ശ്രദ്ധ ലഭിക്കണമെങ്കിൽ ഒരാവർത്തി അത് വായിക്കേണ്ടത് ആവശ്യമാകിയാൽ ഞാനത് പൊതുവായ അറിവിലേക്ക് ഇവിടെ വായിക്കുന്നു. യേശുവും ശിഷ്യരും കടലിൻ്റെ അക്കരെ ഗദരദേശത്ത് എത്തി. പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറയിൽ നിന്ന് വന്ന് യേശുവിനെ എതിരേറ്റു. ആ മനുഷ്യൻ്റെ വാസം കല്ലറകളിൽ ആയിരുന്നു. ആർക്കും അവനെ ചങ്ങല കൊണ്ട് പോലും ബന്ധിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചും വിലങ്ങ് ഉരുമി ഒടിച്ചും കളഞ്ഞു. ആർക്കും അവനെ കീഴടക്കുവാൻ കഴിഞ്ഞില്ല. അവൻ രാവും പകലും കല്ലറകളിലും മലകളിലും ഇടപെടാതെ നിലവിളിച്ചും തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചും പോന്നു. അവൻ യേശുവിനെ ദൂരത്ത് നിന്ന് കണ്ടിട്ട് ഓടിച്ചെന്ന് അവനെ നമസ്കരിച്ചു. അവൻ ഉറക്കെ നിലവിളിച്ചു പറഞ്ഞു, യേശുവേ, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര, എന്നോട് നിനക്ക് എന്ത് കാര്യം? ദൈവത്താണെ, എന്നെ ദണ്ഡിപ്പിക്കരുതേ എന്ന് അപേക്ഷിക്കുന്നു. അശുദ്ധാത്മാവേ, ഈ മനുഷ്യനെ വിട്ട് പുറത്തു പോകൂ എന്ന് യേശു അവനോട് കൽപ്പിച്ചിരുന്നു. നിന്റെ പേരെന്തെന്ന് യേശു അവനോട് ചോദിച്ചതിന് ആ മനുഷ്യൻ, എൻ്റെ പേര് ലഗിയോൻ, ഞങ്ങൾ പലരാകുന്നു എന്ന് മറുപടി പറഞ്ഞു. ആ പ്രദേശത്ത് നിന്ന് തങ്ങളെ പറഞ്ഞയക്കാതിരിപ്പാൻ വളരെയേറെ അപേക്ഷിച്ചു. അവിടെ മലയരികെ ഒരു വലിയ പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു. ആ പന്നികളിൽ കടക്കേണ്ടതിന് ഞങ്ങളെ അയക്കണം എന്ന് അവർ യേശുവിനോട് അപേക്ഷിച്ചു. അവൻ അനുവാദം കൊടുത്തു. അശുദ്ധാത്മാക്കൾ പുറപ്പെട്ട് പന്നികളിൽ കടന്നിട്ട് ആ കൂട്ടം കിഴുക്കാന്തോക്കിലൂടെ കടലിലേക്ക് പാഞ്ഞു ചെന്ന് മുങ്ങിച്ചെത്തു. അവ ഏകദേശം 2000 ആയിരുന്നു. പന്നികളെ മേയ്ക്കുന്നവർ ഓടിച്ചെന്ന് പട്ടണങ്ങളിലും നാട്ടിൻപുറങ്ങളിലും അറിയിച്ചു. സംഭവിച്ചത് കാണുവാൻ ജനം വന്നുകൂടി. യേശുവിൻ്റെ അടുക്കൽ വന്നു. ലഗിയോൻ ബാധിച്ചിരുന്ന മനുഷ്യൻ വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടുവിരിക്കുന്നത് കണ്ട് ഭയപ്പെട്ടു. കണ്ടവർ ഭൂതഗ്രസ്തന് സംഭവിച്ചതും പന്നികളുടെ കാര്യവും അവരെ അറിയിച്ചു. അപ്പോൾ അവർ യേശുവിനോട് തങ്ങളുടെ അതിർ വിട്ടുപോകുവാൻ അപേക്ഷിച്ചു തുടങ്ങി. അവൻ പടകിൽ കയറുമ്പോൾ ഭൂതഗ്രസ്തനായിരുന്നവൻ താനും കൂടെ പോരട്ടെ എന്ന് യേശുവിനോട് അപേക്ഷിച്ചു. യേശു അവനെ അനുവദിക്കാതെ, നിന്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്കുക എന്ന് അവനോട് പറഞ്ഞു. അവൻ പോയി യേശു തനിക്ക് ചെയ്തതെല്ലാം ദെക്കപ്പൊലി നാട്ടിൽ ഘോഷിച്ചു തുടങ്ങി. എല്ലാവരും ആശ്ചര്യപ്പെടുകയും ചെയ്തു. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യം. യേശുതമ്പുരാൻ്റെ പരസ്യ ശുശ്രൂഷയിൽ പലപ്പോഴും യേശുതമ്പുരാൻ തൻ്റെ കൂടെ ആയിരിക്കാൻ, തന്നെ അനുഗമിക്കുവാൻ ജനത്തെ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ചിലരൊക്കെ ആവേശത്തോടെ അതിനുവേണ്ടി മുതിർന്നിട്ടുണ്ടെങ്കിലും മറ്റു ചില കാരണങ്ങൾ വരുമ്പോൾ അവർ പിന്മാറിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു മനുഷ്യൻ യേശുതമ്പുരാനോട് അങ്ങോട്ട് ചോദിക്കുകയാണ് അനുവാദം, ഞാനും കൂടെ നിന്നോടുകൂടെ വരട്ടെ. യേശുതമ്പുരാൻ അവനെ അതിന് അനുവദിക്കാതെ മറ്റൊരു ദൗത്യം ഏൽപ്പിച്ച് ഭവനത്തിലേക്ക് വിടുകയാണ്. യേശുതമ്പുരാനും ശിഷ്യരും ഗലീല തടാകത്തിൻ്റെ പടിഞ്ഞാറ് തീരത്ത് നിന്ന് കിഴക്കോട്ട് യാത്ര ചെയ്ത് വരികയാണ്. യാത്ര ആരംഭിക്കുന്നത് സന്ധ്യാസമയത്താണ്. ഈ തടാകത്തിൻ്റെ ഇരുകരയിലേക്കും വരുവാൻ ഏകദേശം 2 മണിക്കൂർ അവരുടെ പടക് താണ്ടിയാൽ മതിയാകും. പക്ഷേ യേശുതമ്പുരാൻ ഇവിടെ എത്തുന്നത് ഏത് നേരത്താകുന്നു? പ്രഭാതത്തിലാകാനാണ് സാധ്യത. രാത്രിയിൽ ഇങ്ങനെയുള്ള സംഭാഷണവും ഒരു സംഗമവും അസാധ്യമാകാം. കടലിൽ ഓളത്താൽ ഈ വഞ്ചി വലയപ്പെട്ട് അങ്ങനെ അത് ഒരു ദുരിതയാത്രയായി മാറിയത് കൊണ്ടാകാം സമയം അങ്ങനെ കടന്നു പോകുന്നത്. ഈ ദേശത്തെക്കുറിച്ച് ഇവിടെ പരാമർശിക്കുന്നത് ഗദര ദേശം എന്നാണ്.
എന്നാൽ പണ്ഡിതരുടെ ഇടയിൽ, വേദപുസ്തക പഠിതാക്കളുടെ ഇടയിൽ ഈ പ്രദേശത്തിൻ്റെ ഐഡൻറ്റിറ്റിയെ സംബന്ധിച്ച് ധാരാളം തരത്തിലുള്ള സൂചനകൾ ഉണ്ട്. എങ്കിലും പടകിറങ്ങി അധികം ഉള്ളിലേക്ക് യാത്ര ചെയ്യുന്നതിന് മുമ്പ് ഉടനെ ആ മനുഷ്യൻ, ഭൂതാവിഷ്ടനായ മനുഷ്യൻ യേശുവിനെ എതിരിടുകയാണല്ലോ. അതുകൊണ്ട് അതിൻ്റെ തീരത്ത് തന്നെയുള്ള ഒരു പ്രദേശമാകാം, ഗദര എന്ന ദേശം തന്നെയാകാം എന്ന് നമുക്ക് അനുവാദിക്കുന്നതിൽ തെറ്റില്ല. അങ്ങനെ വന്ന യേശുവിനോട് അവൻ്റെ ആദ്യത്തെ ഒരു നിലയും അവൻ്റെ അവസ്ഥയും കൊണ്ട് യേശുവിനോട് ചേർന്ന് ചില കാര്യങ്ങളൊക്കെ ആവശ്യപ്പെട്ടു. യേശു അവൻ്റെ ജീവിതത്തിൻ്റെ ഒരു തുടക്കം, ഒരു പുതിയ തുടക്കം എന്നുള്ള നിലയിൽ അവന് വസ്ത്രവും സുബോധവും നൽകത്തക്ക രീതിയിൽ അവനെ സൗഖ്യമാക്കി, പിശാചിനെ, അശുദ്ധാത്മാവിനെ പുറത്താക്കി. അതിനുശേഷം ഈ യേശു തമ്പുരാൻ്റെ അടുക്കിലേക്ക് ആ ദേശത്തുള്ളവരെല്ലാം വന്നിട്ട്, നീ ഈ ദേശം വിട്ടു പോകണം, ഇവിടം വിട്ടു പോകണം എന്ന് പറഞ്ഞു തുടങ്ങിയെന്ന് പറഞ്ഞാൽ നിർബന്ധിച്ചു. അങ്ങനെ യേശു തിരിച്ചു പോരുവാൻ നിർബന്ധിതനായി തീർന്നു. യേശു പടകിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ഈ മനുഷ്യൻ യേശുവിനോട് ചോദിക്കുകയാണ്, ഞാനും കൂടെ നിന്റെ കൂടെ പോരട്ടെയോ? അന്നായാലും ഇന്നായാലും എന്നായാലും ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു ഉന്നതമായ ഒരു നില ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുക, ക്രിസ്തുവിൻ്റെ ശിഷ്യനും ശിഷ്യകളുമാകുക എന്നതാണ് നമ്മളിൽ നിന്നെല്ലാം പ്രതീക്ഷിക്കുന്നത്. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടിയിരിക്കുക, ആയിരിക്കുമ്പോൾ ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുക. അങ്ങനെ ആ മഹത്തായ പദവിയിലേക്കും ചുമതലയിലേക്കും ആരംഭം കുറിക്കുവാൻ അവൻ ആഗ്രഹിച്ച് യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ യേശു അതിന് അനുവാദം കൊടുക്കാതെ മറ്റൊരു ദൗത്യത്തിലേക്ക് അവനെ വിടുന്നുവെന്ന് പറയുമ്പോൾ യേശു ഏൽപ്പിച്ച ദൗത്യം എന്താകുന്നുവെന്നും അതിൻ്റെ മനോഹാരിത എന്താണെന്നും അതിൻ്റെ മഹത്വം എന്താണെന്നും അതിൻ്റെ പ്രാധാന്യം എന്താണെന്നുമാണ് ഈ സന്ധ്യയിൽ നാം ചിന്തിക്കേണ്ടത്. യേശു തമ്പുരാൻ്റെ കൂടെ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ ടു ബിക്കം എ ഡിസൈപ്പിൾ ഓഫ് ജീസസ്, യേശുവിൻ്റെ ഒരു ശിഷ്യനാകുക, യേശുവിൻ്റെ ഒരു ശിഷ്യ ആകുക എന്നതാണ്. യേശുവിൻ്റെ ശിഷ്യനും ശിഷ്യയായാൽ ഒരു ഗുണമുള്ളത്, യേശു തമ്പുരാൻ ജീവിച്ചിരിക്കുന്ന അത്രത്തോളം നാള് നമ്മുടെ ജീവിതം സുരക്ഷിതമാണ്. 2000 പന്നികളെ കൊന്ന ഒരു പ്രദേശത്ത് ആ നാട്ടിലുള്ള ആളുകളെല്ലാം ഭീതി പൂണ്ട്, ആ നാട്ടിലുള്ള അനേക ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെട്ട് അവിടുത്തെ സാമ്പത്തികവും സാമൂഹികമായ നിലകൾ തകിടം മറിച്ച അതിന് കാരണക്കാരനായ അടിസ്ഥാനപരമായ ഒരു മനുഷ്യനും അതിനോടനുബന്ധമായ യേശുവും അവിടെ നിൽക്കുമ്പോൾ ആ മനുഷ്യനെ യേശു തമ്പുരാൻ തൻ്റെ ശിഷ്യഗണത്തിലേക്ക് ചേർക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് അവനെ അയക്കുകയാണ് ചെയ്യുന്നത്. യേശുവിൻ്റെ ഐഹിക ജീവിത കാലഘട്ടത്തിൽ യേശുവിനോട് ചേർന്ന് പോയി അവരുടെ ജീവിതം സുരക്ഷിതമായിരുന്നുവെങ്കിലും കർത്താവിൻ്റെ പുനരുദ്ധാനത്തിനും കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിനും ശേഷം ഡിസൈപ്പിൾസ് വെയർ സെൻഡ് ആസ് അപ്പോസൽസ്, ഒരാൾ ഒഴികെ ബാക്കി എല്ലാവരുടെയും ജീവിതത്തിലെ അവരുടെ അന്ത്യം തന്നെ രക്തസാക്ഷി മരണമാണ്. ആ ആളും കഠിനമായ പീഡനങ്ങളിൽ കൂടെ തന്നെ കടന്നു പോയതാണ്. അപ്പോൾ ശിഷ്യനായിരിക്കുക എന്നതിനേക്കാൾ വളരെയധികം ദുരിതപൂർണമായതും കഠിനമായതും നിർണായകമായ ഒരു ദൗത്യമാണ് ഒരിടത്ത് പോയി അപ്പോസ്തലനായിരിക്കുക എന്നുള്ളത്. വീട്ടിൽ നിന്ന് മാറി, സുരക്ഷിതമായ മേഖലയിൽ നിന്ന് മാറി, അപരിചിതമായ ഒരു സ്ഥലത്തേക്ക്, പരിചിതമല്ലാത്ത ജീവിത അനുഭവങ്ങളിൽ ക്രിസ്തുവിൻ്റെ സാക്ഷിയായി മാറുവാനുള്ള വലിയൊരു ദൗത്യം കൊടുത്താണ് യേശു തമ്പുരാൻ അവനെ അയക്കുന്നത്. ആ ദൗത്യം എന്താ? 3 കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിൽ ഇരിക്കത്തക്ക രീതിയിൽ ഈ വേദഭാഗത്ത് നിന്ന് നിങ്ങളുടെ അറിവിലേക്ക് പങ്കുവയ്ക്കുവാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ്. ഒന്നാമത്, ഹി ഈസ് സെൻറ്റ് ആസ് എൻ അപ്പോസ്റ്റൽ ഫ്രം ടൂം ടു ഹോം. കല്ലറയിൽ നിന്ന് ഭവനത്തിലേക്കുള്ള ഒരു ഐക്യപ്പെട്ട മനുഷ്യനാണ് ഈ ഭൂതബാധിതൻ. കല്ലറയിലായിരുന്നു അവൻ്റെ വാസം. ഓരോ കാര്യങ്ങളും നമുക്ക് സൂക്ഷ്മമായി ഒന്ന് നോക്കാം. യേശു തമ്പുരാനെ, അശുദ്ധാത്മാവുള്ള മനുഷ്യനെ അശുദ്ധാത്മാവിനെ വിഭാടനം ചെയ്യുവാൻ, അശുദ്ധമായ ജീവിതത്തെ ശുദ്ധീകരിക്കുവാൻ കഴിയുന്ന ഈ ലോകത്തിൽ പ്രത്യക്ഷപ്പെട്ട ഏകമായ ഒരു ദൈവം യേശു തമ്പുരാനായതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ആളുകളെ ഒന്നും അവൻ ഭയപ്പെട്ടില്ലെങ്കിലും അവൻ്റെ എതിരാളി സാക്ഷാൽ ദൈവമാകുകയാലും അവൻ്റെ ജീവിതത്തിന് അന്ത്യമുണ്ടാകുമെന്നുള്ള പേടിയിൽ പ്രാണഭയം കൊണ്ട് അവൻ യേശുവിനെ വിളിക്കുന്നത് മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര എന്ന. ഇത്ര വലിയൊരു വിശേഷണം
ഒരു വേദശാസ്ത്രജ്ഞനും ഒരു സുവിശേഷകനും മറ്റുള്ളവരെ യേശുവിനെ അഭിസംബോധന ചെയ്തതായി നൽകിയിട്ടില്ല. ദൈവപുത്രാന്നുണ്ട്, ദാവീദുപുത്രാവെന്നുണ്ട്, പ്രകാശമെന്നുണ്ട്, അതുപോലെ തന്നെ മനുഷ്യപുത്രനെന്നുണ്ട്, മറ്റനേക വിശേഷങ്ങളൊക്കെ ദൈവത്തെ ലോർഡ്, മാസ്റ്റർ എന്നൊക്കെ ഉണ്ടെങ്കിലും മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര എന്ന് വിളിക്കുവാൻ യേശു ആരാണെന്ന് അവൻ അറിഞ്ഞു. യേശു ആരാണെന്ന് അവൻ അറിഞ്ഞപ്പോൾ താൻ ആരാണെന്നും അവൻ അറിഞ്ഞു. അപ്പോൾ തൻ്റെ ജീവിതത്തിൽ ഇനി ഉടനീളം അവന് മുന്നോട്ടധികം യാത്ര ചെയ്യാൻ സാധിക്കില്ല തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഞങ്ങളെ ദൂരെയുള്ള പന്നിക്കൂട്ടത്തിലേക്ക് അയക്കണമെന്ന് അപേക്ഷിക്കുന്നത്. യേശു തമ്പുരാൻ ഏതായാലും കാലത്തിൻ്റെ അന്ത്യത്തിലെ ഒരു ന്യായവിധിയുടെ നാൾ വരാഞ്ഞതുകൊണ്ട് അവൻ അപേക്ഷിച്ചതനുസരിച്ച് അവരെ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. ആ പന്നിക്കൂട്ടമൊക്കെ അവിടെ പോയി ചത്തു എന്നുള്ളത് നമ്മൾ കേട്ടുവല്ലോ. അപ്പോൾ യേശു തമ്പുരാൻ അതിനു മുമ്പ് ഇവൻ്റെ അവസ്ഥ എന്തെന്ന് ഇപ്പോഴാണ് നാം ചിന്തിക്കേണ്ടത്. അവന് മലകളിലും അതുപോലെ തന്നെ മനുഷ്യനെ സംസ്കരിക്കുന്ന ആ ഇടങ്ങളിലുമാണ് അവൻ്റെ വാസം. മലയിടുക്കുകളിലും മലഞ്ചെരുവുകളിലും ഗുഹകളിലും സെമിത്തേരിയിലും വസിക്കുന്ന ഒരു മനുഷ്യനെയാണ് വീട്ടിലോട്ട് യേശു തമ്പുരാൻ അയക്കുന്നത്. എൻ്റെ കൂടെ വരികയല്ല ചെയ്യേണ്ടത്, നീ നിന്റെ വീട്ടിലേക്ക് തന്നെ പോകുക എന്ന ആഹ്വാനമാണ്. അവൻ്റെ പ്രത്യേകത വീട് ഉള്ള ഒരു മനുഷ്യനാണ്. വീട്ടുകാരുമുണ്ട് അവന്, വീട്ടിൽ പ്രിയപ്പെട്ടവരുമുണ്ട് അവന്. പക്ഷെ ഇപ്പോഴവൻ്റെ വാസം സെമിത്തേരി കല്ലറകളിലാണ്. കല്ലറയിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ചിലപ്പോഴൊക്കെ വൈദികരായ ഞങ്ങൾക്കും നിങ്ങൾക്കും വളരെ പ്രയാസം തോന്നും. പ്രത്യേകിച്ച് വലിയ ഇടവകളിലൊക്കെ അടുത്തടുത്ത് ഇങ്ങനെ കൂട്ടിച്ചേർത്ത് വെച്ചതുപോലെയുള്ള സെമിത്തേരിയിലെ കല്ലറകളുള്ളപ്പോൾ ഒരാടെ ദേഹത്തൂടൊന്ന് നടക്കാതെ ഒരു പ്രത്യേക കല്ലറയിൽ പോയി ധൂപപ്രാർത്ഥന നടത്തുക എന്ന് പറയുന്നത് പ്രയാസമായി തീർന്നിരിക്കുക. ഫിസിക്കലി കല്ലറകൾ അടുത്താണെങ്കിലും അതിലുള്ളവർ തമ്മിൽ സംസർഗമില്ല. ദൈവകൃപയാലി കല്ലിപ്പാറ കൺവെൻഷൻ്റെ ജിയോഗ്രഫിക്കൽ അതിർത്തിയിൽ വരുന്നവരിൽ പാവപ്പെട്ടവരായ ആളുകൾ ഇന്നുമുണ്ട്. അതൊഴിച്ചാൽ മിക്കവാറും എല്ലാവർക്കും നല്ല മനോഹരമായ, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച, നിങ്ങളുടെ സമ്പത്തിനനുസരിച്ചുള്ള, നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ചുള്ള ലോണും കൂടെ എടുത്ത് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സാമ്പത്തികം കണ്ടുപിടിച്ച് നല്ല ഭവനങ്ങൾ പണിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആളുകൾ തമ്മിൽ അടുപ്പമില്ല. യേശു സെമിത്തേരിയിൽ നിന്ന്, ടൂമ്പിൽ നിന്ന് ഹോമിലേക്ക് ഇവനെ അയക്കുമ്പോൾ ഇന്ന് ആധുനിക മനുഷ്യൻ, നമ്മൾ പലരും പലപ്പോഴും ഭവനങ്ങൾ തന്നെ ടൂമ്പായി മാറുന്ന, ഒഴിഞ്ഞു കിടക്കുന്നു എന്നുള്ളതല്ല, ഒഴിയാതെ ആൾതാമസമുള്ള വീട്ടിലും ആളുകൾ തമ്മിൽ സംസർഗവും സംബന്ധവും സംഭാഷണവും കൊടുക്കൽ വാങ്ങലും ഇല്ലാതെ ജീവിച്ചിരിക്കുമ്പോൾ മരിച്ചതിന് തുല്യമായ അനേകരുണ്ട്. അവരാണ് ഈ ഒരു വലിയ ദൗത്യത്തെക്കുറിച്ച് തിരിച്ചറിയേണ്ടത്. അല്ലാതെ തൊഴിൽ നേടിയും പഠനം നേടിയും ഈ ദേശത്ത് നിന്ന് വിദേശത്തേക്ക് പോവുക എന്നുള്ളത് കാലത്തിൻ്റെ ഒരു അനിവാര്യതയാണ്. മോഹങ്ങളും വാഗ്ദാനങ്ങളും ഒക്കെ നമുക്കുണ്ടെങ്കിലും അനുഭവവേദ്യമാകുവാനുള്ള ഇച്ഛാശക്തിയുള്ള ഒരാളുകൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഇതിൽ നിന്ന് ബെറ്ററായ സ്ഥലത്തേക്ക് മനുഷ്യൻ പോകുക എന്നുള്ളത് സർവ്വസാധാരണമാണ്. അതിനൊന്നും തടയിടാനൊന്നും അടുത്ത കാലത്തൊന്നും ആർക്കും സാധിക്കുകയില്ല എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഒഴിഞ്ഞു കിടക്കുന്ന വീടുകളല്ല, ആൾ താമസമുള്ള വീടുകളിൽ തന്നെയാണ്. അതാണ് ഇവൻ്റെ താമസം. അവൻ്റെ താമസമില്ലാത്ത കല്ലറയല്ല. അവൻ താമസിക്കുന്നത് കല്ലറകളിലും ഗുഹകളിലും പാറപ്പത്തിലുമാണ് എന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഭവനങ്ങൾ ഈ ഒരു സ്റ്റിൽ ആസ് ദ ടൂം ഓർ സെമിട്രി, അവിടുത്തെ ഒരു ശ്മശാന മൂകതയിൽ നിന്ന് അത് കുറച്ചുകൂടെ ലൈവായി മാറ്റത്തക്ക രീതിയിൽ നമുക്ക് നമ്മുടെ വീടിനെ വീടാക്കി മാറ്റേണ്ടതാണ്. ഭാരതത്തിലെ ഒരു ജീവിത സാഹചര്യം, കേരളം ഇത്രയും ജനനിബിഡമായതുകൊണ്ടാണ് ചില സംസ്ഥാനങ്ങളിൽ, അല്ലാതുള്ള സംസ്ഥാനങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്താൽ ജനനിബിഡമായിരിക്കുന്ന ഒരു ഏരിയ ഉണ്ട്, ഒരു കുടി. അവിടെ ധാരാളം ആളുകൾ ഒന്നിച്ച് പാർക്കുക. പിന്നെ മണിക്കൂറുകളോളം നമ്മൾ യാത്ര ചെയ്താലും ഇങ്ങനെ വിരിമാറിലൂടെ പാടത്തിൻ്റെ അല്ലെങ്കിൽ അതുപോലുള്ള മരുഭൂമി പോലുള്ള പ്രദേശത്തൂടെ നമ്മൾ യാത്ര ചെയ്ത് പോയതിനു ശേഷം പിന്നെ അടുത്ത കുടിയാണ്. അവിടെയാണ് ആളുകൾ ഒന്നിച്ചൊന്നിച്ച് വസിക്കുന്നത് നാം കാണുന്നത്. ഗ്രീക്ക് ചിന്തയിലും ആളുകൾ വസിക്കുന്ന ഇടത്തിന് ഭവനം എന്നും ആളുകൾ വസിക്കാത്ത ഇടത്തിന് മരുഭൂമി എന്നും അവിടെ പിശാചിൻ്റെ വാസമാണ് എന്നുള്ളതും ഗ്രീക്ക് യഹൂദ ചിന്തയിൽ വളരെ ശക്തമായി നിലനിൽക്കുന്നതാണ്. നമ്മുടെ വീടുകൾ ഭവനങ്ങളാണോ അതോ ഇതുപോലെ ഉള്ള ഒരവസ്ഥയിൽ നാം ഒറ്റപ്പെട്ടും
പ്രിയപ്പെട്ടവർക്ക് പ്രിയപ്പെട്ടവരല്ലാതും വാതുറന്നൊന്ന് സംസാരിക്കണമെന്ന് വിചാരിച്ചാലും നിലവിളി മാത്രം പുറപ്പെടുവിക്കുന്ന തരത്തിലുള്ള ഒരു തിക്താനുഭവത്തിലാണോ നമ്മുടെ ഭവനങ്ങൾ എന്നുള്ളത് ശാന്തമായിട്ട് ചിന്തിക്കണം. ഇതിവൻ്റെ ഫിസിക്കലായി ഇവൻ എവിടെയാകുന്നു എന്ന് മാത്രമാണ്. രണ്ടാമത് ഇവൻ്റെ ഒരു പ്രത്യേകത കൂടെ നമ്മൾ ചിന്തിച്ചാൽ അവൻ അതിശക്തിമാനായ ഒരു മനുഷ്യനാണ്. ഈസ് വെരി പവർഫുൾ. രണ്ടിടത്ത് പരാമർശം പറയുന്നുണ്ട്, അവനെ ആർക്കും നിയന്ത്രിച്ചുകൂടാ, അവനെ ആർക്കും അധീനപ്പെടുത്തിക്കൂടാ. നോബഡി ക്യാൻ കൺട്രോൾ ഹിം ആൻഡ് നോബഡി ക്യാൻ ഓവർപവർ ഹിം. ഇത് രണ്ടും ഇവിടെ ഇരിക്കുന്ന എല്ലാ മനുഷ്യരുടെയും ഇവിടെ നിൽക്കുന്ന എൻ്റെയും സ്ഥായിയായ ഒരു ഭാവമാണ് എന്ന്. ചിലപ്പോഴൊക്കെ ഫിസിക്കലി മറ്റു തരത്തിലൊക്കെ നമുക്ക് വലിയ ശക്തിയില്ലെന്ന് തോന്നിയാലും നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ശക്തി നമുക്കുണ്ട്. 30 വർഷത്തിന് മുമ്പ് ഫിസിക്കലി ഇമ്പേർഡായ വാർദ്ധക്യത്തിലെത്തിയ വീട്ടിൽ ആളില്ലാത്ത ഒരാൾ ഇഷ്ടമുള്ള ഒരു ഭക്ഷണം കഴിക്കണമെന്ന് വിചാരിച്ചാൽ അത് സ്വപ്നങ്ങളിൽ മാത്രമാണ്. ഇന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആ വീട്ടിൽ അതിനുള്ള സംവിധാനമുണ്ട്, ആ ആളിൻ്റെ കയ്യിൽ ആ സംവിധാനമുണ്ട്. അതിൽ നമ്മൾ ഞെക്കിയാൽ ആ ഫുഡ് ഇവിടെ വരികയും നമുക്ക് സെർവ് ചെയ്യുകയും അവിടെ തുടച്ച് വൃത്തിയാക്കി ചെയ്തിട്ട് തിരിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ അത് പവർഫുള്ളല്ലേ? എല്ലാ മനുഷ്യരും പവർഫുള്ളാണ്. ഈ പവർ കൂടിയത് കൊണ്ട് എന്തുമാത്രം വീടുകളിൽ അലോഹ്യമുണ്ട്, അസ്വസ്ഥതയുണ്ട്. പവർ കൂടിയത് കൊണ്ട് ഈ മനുഷ്യന് പവറുണ്ട്. ആധുനിക മനുഷ്യനെ പോലെ ഒരു പവർഫുൾ മനുഷ്യനാ, പക്ഷെ അത് ക്രിയേറ്റീവ് അല്ല. അവിടെ എഴുതിയിട്ടുണ്ട്, അവൻ കല്ലുകൊണ്ട് സ്വയം ചതയ്ക്കുക, സ്വയം മുറിവേൽപ്പിക്കുക. ഇപ്പം പ്രാർത്ഥനകളൊക്കെ മിക്കവാറും പള്ളിയിലും ഞങ്ങളെപ്പോലുള്ളവർ നിങ്ങളെപ്പോലുള്ളവരൊക്കെ വളരെ ദൈവത്തോട് അടുത്ത് 2-3 ആഴ്ചത്തേക്ക് വലിയ പ്രാർത്ഥനയും നിറവും ഒക്കെ ആയിട്ട് വരുന്ന ഒരവസ്ഥ എന്താ? കുഞ്ഞുങ്ങളൊക്കെ പരീക്ഷയിലേക്ക് പോകുന്നു. പരീക്ഷ വിവിധ ശ്രേണികളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കുള്ള പരീക്ഷാ കാലഘട്ടമായതുകൊണ്ട് നമുക്കൊരു അന്തരീക്ഷമുണ്ട്. പ്രിയമുള്ളവരെ, ഇവിടെ ആധുനിക മനുഷ്യൻ്റെ ഒരു ചിത്രം തന്നെയാണ് ഇവിടെ ഉള്ളത്. ആ മനുഷ്യൻ വളരെ പവർഫുള്ളാണ്. നമുക്കറിയാമല്ലോ, നമ്മൾ ഇതുവരെ ചിന്തിക്കാത്ത തരത്തിലുള്ള കാര്യം, ഒരു കൊച്ചു മൊബൈൽ എടുത്ത് ഒരു സ്മാർട്ട് ഫോൺ ആണെങ്കിൽ അത് കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ അതുകൊണ്ടുള്ള ഓപ്പറേഷൻ നടത്തി നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത തരത്തിൽ ചെയ്യാൻ സാധിക്കും. ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള ആളുകളെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ സാധിക്കും. നിങ്ങളിൽ ഈ പ്രദേശത്തുള്ള പല ആളുകളുടെയും വീടിൻ്റെ നിയന്ത്രണം ദൂരെ ഇരിക്കുന്ന നിങ്ങളെക്കുറിച്ച് കരുതലുള്ള മക്കളുടെ കയ്യിലാണ്. മമ്മി ചെന്ന് ഗേറ്റ് അടച്ചിട്ടില്ല, അടയ്ക്ക്. കാരണം അവിടെ CCTV അവിടെ മൊബൈലിൽ ഘടിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് ആ കാര്യങ്ങളെല്ലാം കാണാം. അപ്പോൾ ഒരു ഭാഗത്ത് നമുക്ക് പലതരത്തിലുള്ള കുറവുകൾ ഫിസിക്കലായും സ്പിരിച്വലായും ഇക്കണോമിക്കലായും ഒക്കെ ഉണ്ടെങ്കിൽ, മറുഭാഗത്ത് ഈ മനുഷ്യനെ പോലെ നമുക്ക് ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത പല വീടുകളിലും കൊച്ചു കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ളൊരു വിഷയം. ഞാൻ ഒരു 1.5 മാസത്തിന് മുമ്പ് അരമനയിൽ ഒരു കുഞ്ഞിനെ അക്ഷരം എഴുതിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. വിദേശത്തുള്ള ഒരു ഫാമിലിയാണ്. ആ കുഞ്ഞും അമ്മയും അതിൻ്റെ ഇളയ കുഞ്ഞും അതിന് മൂത്ത കുഞ്ഞും നാട്ടിലുണ്ട്, അപ്പച്ചനും അമ്മച്ചിയും ഉണ്ട്. പപ്പ, അവൻ്റെ പിതാവ് അടുത്ത കാലത്ത് ഗൾഫിൽ നിന്ന് വന്നത്, പോകുന്നതിന് മുമ്പേ കൊണ്ടുവന്ന് എഴുതിക്കാൻ നോക്കുക. അപ്പോൾ അവരകത്ത് വന്ന് അക്ഷരം എഴുതാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവൻ ഇവരുടെ കയ്യിൽ നിന്ന് കുതിറി താഴെ വീണിട്ട് ഇവൻ അവിടെ കിടന്ന് ഭയങ്കര ബഹളവും എഴച്ചിലുമൊക്കെയാണ്. അക്ഷരം എഴുതുന്നതിന് മാത്രം താല്പര്യമില്ല. അപ്പോൾ ഒരു പരുവത്തിന് അക്ഷരം എഴുതി. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ വരുമ്പോൾ കരയുവോ മാമോദീസയ്ക്കൊക്കെ കരയുവോ ഒക്കെ ചെയ്താൽ നമ്മൾ അതിനെ കണ്ട് നമുക്ക് പ്രയാസം തോന്നരുത്. കാരണം കുഞ്ഞുങ്ങൾക്ക് ഇത് തിരുമേനിയാണ് മാമോദീസ നൽകുന്നത്, അല്ലെ അച്ഛനാണ് ഇത് വലിയ കൂദാശയാണ് നൽകുന്നത്, അതുകൊണ്ട് കരയരുത്, നല്ല മുഖം ഫോട്ടോയിൽ വരണം, ലൈവിൽ വരണം എന്നുള്ള വിവേകശക്തി കുഞ്ഞുങ്ങൾക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളതങ്ങ് മറക്കുക. ഇത് കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം ഞാൻ ആ പിതാവിനോട് സംസാരിച്ചു. അപ്പോൾ ആദ്യമായിട്ട് പിതാവ് നാട്ടിൽ വന്ന് ഇതുപോലെയുള്ള പരിപാടി, മൊബൈൽ എന്ന് പറയുന്നത് 1 മിനിറ്റ് അവനിൽ നിന്ന് മാറ്റാൻ സാധിക്കില്ല. അവൻ രാത്രിയിൽ ഏതെങ്കിലും വൈകി ഉറങ്ങുന്ന നേരത്തല്ലാതെ ഈ മൊബൈൽ വിടത്തില്ല. ഇതാണ് ഇവൻ്റെ ഇപ്പോഴത്തെ തന്നെ ഒരു അഡിക്ഷനായി തീർന്നിരിക്കുക. നിങ്ങളെ കുഞ്ഞുങ്ങളെക്കുറിച്ച് നിങ്ങളെ തന്നെ കുറിച്ച് വിലയിരുത്തുന്ന ആളുകൾ അതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകളും പ്രബോധനങ്ങളും ഒക്കെ കേട്ട് നന്നാകുന്നുണ്ട്, അല്ലെ അത് കേട്ടിട്ടുണ്ട് എന്ന് എനിക്കറിയാം. അതിൻ്റെ ആ ഉൾവശങ്ങളിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. ആ കുഞ്ഞിനെ അപ്പോൾ തലേ ദിവസം 2 ദിവസത്തേക്ക് മുമ്പ് ഇതുപോലുള്ള നിയന്ത്രണം വരുത്തണമെന്ന് വിചാരിച്ച് പിതാവ് ഒരു അടി കൊടുത്തപ്പോൾ അതിൽ നിയന്ത്രണം വന്നു. മറ്റൊരു കാര്യം അതിനുണ്ട് എന്നുള്ളത് ഞാൻ പറയുമ്പോൾ പ്രയാസം തോന്നരുത്. പിതാവും മാതാവും ചേർന്ന് ഒരു മകളെ വളർത്തുന്നതും മാതാവും വല്യപ്പച്ചനും വല്യമ്മച്ചും ചേർന്ന് മാത്രം വളർത്തുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. മനുഷ്യർക്കാണ് ഏറ്റവും വിലയുള്ളത്. ഇപ്പോൾ ഒരൊറ്റ കുഞ്ഞുള്ള ഒരു കുഞ്ഞ് കളിപ്പാട്ടം കൊടുത്ത് അമ്മ അടുക്കളയിൽ നിൽക്കുമ്പോൾ
ഈ കുഞ്ഞെന്തേലും കാര്യത്തിന് ഓടി അമ്മയുടെ അടുത്തോട്ട് വരുമ്പോൾ അമ്മയാണ് അവൻ എന്തെങ്കിലും ഉപദേശം കൊടുക്കുന്നത്, അല്ലാതെ അവൻ്റെ സഹോദരനോ സഹോദരിയോ അല്ല. ആ അമ്മ എത്ര സഹോദരനോ സഹോദരിയാകാൻ ശ്രമിച്ചാലും അമ്മയ്ക്ക് അമ്മയുടെ റോളേ ഉള്ളൂ. ഒരു സഹോദരൻ അവിടെ ഉണ്ടെങ്കിൽ എനിക്കിത് വേണം, എനിക്കും ഇത് വേണം, അപ്പം തമ്മിൽ അടിയാവും, അപ്പം കംപ്ലൈൻ്റ് ആവും. അപ്പോൾ അത് അപ്പൻ്റെ അടുത്ത് ഒക്കെ ചെന്നാൽ അത് സഹോദരങ്ങൾ തമ്മിൽ തന്നെ ചില കാര്യങ്ങൾ തീർക്കണം. നാടൻ പന്തുകളെയും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ ശബ്ദമുഖരമായിരുന്ന കളിക്കളങ്ങളൊക്കെ ഉണ്ടായിരുന്ന പഴയ ആ ഒരു കാലഘട്ടം ഇവിടെ ഉണ്ടാകുന്നിടത്ത് ഇപ്പോൾ കാണുന്നത് പോലെ അസ്വസ്ഥമായ ആളുകളെ കൊല്ലുന്ന തരത്തിൽ, മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള ചിത്രം അന്നില്ല. അന്നും കരുതിക്കൂട്ടിയ ആളുകൾ തമ്മിൽ സമൂഹത്തിൽ കാണുന്നത് പോലെ കൊല്ലും കൊലയും മറ്റു തരത്തിലുള്ള കാര്യങ്ങളും ഉണ്ടെങ്കിലും ഇത്രയും പ്രബുദ്ധമായ, ഇത്രയും ആളുകളെ കാണുന്ന, ഇത്രയും മറ്റുള്ളവർ നേരിട്ട് CCTVയിൽ റോഡിലുള്ളതായാലും ഒരു സ്ഥാപനത്തിലുള്ളതായാലും കാണുന്നു എന്ന് അറിഞ്ഞിട്ട് ആളുകളെ മർദ്ദിക്കുന്നത്, കൊല്ലുന്നത്, ക്രൂരത ചെയ്യുന്നത് നമ്മൾ കണ്ടാൽ ഞെട്ടിപ്പോവും. അപ്പം ഇത് ഇത്രയൊക്കെ സംവിധാനം വന്നെങ്കിലും ആർക്കും നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിലും സ്വയം മുറിപ്പെടുത്തുന്നതായ ഒരു സ്വഭാവത്തിലേക്കല്ലാതെ കൺസ്ട്രക്റ്റീവായ ഒരു സ്വഭാവത്തിലേക്ക് അധികം നമ്മുടെ ഈ സംസ്കാരം, നമ്മുടെ ഈ കഴിവ്, നമ്മുടെ ഈ പ്രാപ്തി, ഈ പവർ നമ്മളെ നയിക്കുന്നില്ല. ഇറ്റ്സ് മോർ ഡിസ്ട്രക്റ്റീവ് ദാൻ കൺസ്ട്രക്റ്റീവ്. അത് മാറുന്ന ഒരവസ്ഥയാണ് ക്രിസ്തു അവൻ്റെ ജീവിതത്തിലേക്ക് വരുന്നതെങ്കിലും അവൻ്റെ മുമ്പിലത്തെ അവസ്ഥ ഇങ്ങനെയാണ്. മറ്റൊരു പ്രത്യേകത അവനെ പറയുന്നത്, രാവും പകലും അവൻ നിലവിളിക്കും. രാവും പകലും നിലവിളിക്കും. പഴയ കാലത്തിൻ്റെ സ്മരണ ഓർത്ത് ഈ പഴയ കാലത്തെക്കുറിച്ചൊന്ന് പറഞ്ഞാൽ അത്ര വലിയ പ്രായമില്ലാത്ത ഞാനും പഴയ ആളായി മാറും. അതുകൊണ്ടാണ് ആ തലമുറയ്ക്ക് വേണ്ടിയുള്ള കസേരകൾ ഇവിടെ ഒഴിഞ്ഞു കിടക്കുക. നമ്മളിങ്ങനെയുള്ള ട്രഡീഷണൽ പ്രസംഗം എന്നും പറഞ്ഞാൽ അത് അവർക്ക് അർത്ഥമാകുന്നില്ല. ആ ഭാഷ തന്നെ അവർക്ക് ഇഷ്ടമല്ല. അതിന് അവരുടേതായ രീതിയിലുള്ള ഭാഷയും അവരെ ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള പ്രത്യേക സെക്ഷനുകളൊക്കെ നമുക്ക് വേണ്ടതാണ്. പോട്ടെ, രാവും പകലും ഇന്നും നിലവിളിയുണ്ട്. പണ്ട് കുറച്ചുകൂടെ കാർഷികമായ മറ്റ് അധ്വാനങ്ങളിൽ നിന്ന് നമ്മൾ ജീവിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒന്നിച്ചോ, അതില്ലെങ്കിൽ ഇനി ഒറ്റപ്പെട്ടതായ മുറികളുള്ള സംവിധാനം ഉള്ളവർക്ക് ഉറങ്ങാൻ പോയാൽ അധികം താമസം കൂടാതെ തന്നെ ഉറങ്ങും. എഴുന്നേൽക്കുന്ന ആളുകളാണെങ്കിൽ, കഠിനാധ്വാനം ചെയ്യുന്ന ആളുകളാണെങ്കിൽ 4 മണിക്ക് എഴുന്നേൽക്കും. റോവറോട്ടാൻ പോകേണ്ടവരോ പശുവിൻ്റെ കാര്യങ്ങൾ നോക്കേണ്ടവരോ ഒക്കെയായ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ അവർ മറ്റുള്ളവരെ പോലെ സുഖസുഷിപ്തിയിൽ കിടന്നുറങ്ങുകയില്ല. അവരുടെ വിചാരം എപ്പോഴും അതാ. അവർ നേരത്തെ എഴുന്നേറ്റ് അവരുടെ ദിനചര്യകൾ ആരംഭിക്കും. സത്യമായിട്ട് പറഞ്ഞേ, ഇപ്പോൾ ഒരാൾ ഉറങ്ങുന്നതിൻ്റെ കൃത്യമായൊരു സമയം എപ്പോഴാണ്? നമ്മളെല്ലാം ഭക്ഷണം കഴിച്ച് മമ്മി പപ്പ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ ഉറങ്ങാമെന്ന് പറഞ്ഞ് ഒറ്റമുറികളുള്ള വീടുകളാണ് ധാരാളം ഉള്ളത്. അങ്ങനെ ആ മുറിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ കൂടെ നമുക്ക് മൊബൈലും കൂടെ ഉണ്ട്. തിരുമേനി, എനിക്ക് അതിശയമുണ്ട്, പഴയ ആ സംവിധാനത്തിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ സഭയിലെ ആകെ തിരുമേനിയേ ഉള്ളൂ. അതിനടുത്ത് ഇവിടെ വെച്ചിട്ടില്ല, കളിക്കുന്നുമില്ല. ആവശ്യമുള്ള കാര്യത്തിന് വേണ്ടി മതി. മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിൽ വൈദഗ്ധ്യമുള്ള അച്ഛന്മാരോ അല്ലെങ്കിൽ പ്രദേശയോ അനുമതിയുള്ള സംവിധാനത്തിൽ ഉപയോഗിച്ചാൽ മതി. നമ്മളതിന് വെറുതെ നമ്മുടെ വിലപ്പെട്ട ദിവ്യവിളിയുടെ മഹത്തായ സമയം അതിനുവേണ്ടി ചെലവാക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. എപ്പോഴാണ് ഉറങ്ങുന്നത്? അറിയാതെ നമ്മൾ ഉറങ്ങുന്നു, അറിയാതെ നമ്മൾ എഴുന്നേൽക്കുന്നു. ഇത് ശരീരത്തിനും മനസ്സിനും ആത്മീയവും ഭൗതികമായ നമ്മുടെ നിലനിൽപ്പിനും ഒത്തിരി പ്രതികൂലതകൾ സൃഷ്ടിക്കുന്നുണ്ട്. പ്രായമുള്ള ഒരു അപ്പച്ചനും അമ്മച്ചിയും അവിടെ ഉണ്ട്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകനുണ്ട്. 12ാം ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന ഒരു മകനുണ്ട്. അതുകൊണ്ട് ഇത് നിയന്ത്രിക്കാമെന്ന് പറയത്തക്ക രീതിയിൽ വിവേകമുള്ളവർ ഭവനങ്ങളിൽ കുറയുകയാണ്. അപ്പോൾ അവർ കാണുന്ന ഒരു TV സീരിയലാകാം, ഒരു ഭീതിപ്പെടുത്തുന്ന ഒരു സിനിമയാകാം, അതുപോലെ എൻ്റർടൈൻമെൻ്റ് ആകാം. അത് കണ്ട് അതിൽ അഭിനമിച്ച് കഴിഞ്ഞിട്ട് ചിലപ്പോൾ നിലവിളിക്കുമ്പോൾ അവർ വിചാരിക്കും, ഇതെന്താ നമ്മുടെ വീട് തന്നെയാണോ? ഇത്ര വീട്ടിലെ ഭീകര ചിത്രങ്ങളാണ് മറ്റു തരത്തിൽ കൂടെ നമുക്ക് വരുന്നത്. അതായത് ഇങ്ങനെയുള്ള
പ്രവർത്തനം ചെയ്യുന്ന കൊച്ചുമകനെ അപ്പച്ചനൊന്ന് നിയന്ത്രിച്ചാൽ, അമ്മച്ചിയൊന്ന് നിയന്ത്രിച്ചാൽ, അവൻ്റെ അമ്മയൊന്ന് നിയന്ത്രിച്ചാൽ, ചുമതലപ്പെട്ടവർ വീട്ടിലുള്ളവർ നിയന്ത്രിച്ചാൽ, നേരത്തെ പറഞ്ഞ പ്രത്യേകതയനുസരിച്ച് അവൻ ഈ ചങ്ങലയും അവൻ്റെ കാലിലുള്ള ആ വിലങ്ങുകളും അവൻ ഉരുമ്മി പൊട്ടിച്ച് സ്വതന്ത്രനാകാൻ ശ്രമിക്കും. അവർ രാവും പകലും മനുഷ്യൻ അധ്വാനിക്കുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ വീടുകളുണ്ടല്ലോ, നമ്മുടെയൊക്കെ വീടുകളിലുണ്ട്. കൂടുതൽ പഠിച്ച് അങ്ങനെയുള്ള ജോലിയിൽ വ്യാപൃതരാകുന്നവർ ലോകത്തിൻ്റെ മറ്റ് ടൈം സോണുകളിലെ കാര്യങ്ങൾ ക്രമീകരിച്ച് നമ്മളിറങ്ങുമ്പോൾ രാത്രിയിലിരുന്നവർ വർക്കിംഗ് അറ്റ് ഹോം, വീട്ടിലിരുന്ന് വിദേശ രാജ്യത്തെ മൾട്ടിനാഷണൽ കമ്പനികൾക്ക് വേണ്ടി ജോലി ചെയ്യേണ്ടവരാണ്. ആ സംവിധാനത്തെ ഒന്നും മാറ്റാൻ നമുക്ക് സാധിക്കത്തില്ല. പക്ഷേ കല്ലറയിലുള്ള ഒരു അനുഭവമായാണ് ഈ നിലവിളി രാവും പകലും ഉണ്ടാകുന്നത്. നിലവിളിക്കേണ്ട സന്ദർഭങ്ങളിലാണ് നിലവിളിക്കുന്നത്, അല്ല ഒരു രാവും പകലും നിലവിളി അല്ല. അപ്പം ഇതെല്ലാം ഈ മനുഷ്യൻ്റെ പ്രത്യേകതയാണ്. ഇത് നമ്മുടെ ഒരു പരിച്ഛേദനം തന്നെയാണ്. നമ്മൾ വളരെ പവർഫുള്ളാണ്, നമ്മൾ ഒറ്റപ്പെട്ടതായിട്ട് ജീവിക്കുന്നു, നമുക്ക് വളരെ കഴിവുകളുണ്ട്, നമുക്കാരും നിയന്ത്രിക്കാൻ നമുക്കാരും ഇല്ല, ആർക്കും നമ്മൾ വിധേയപ്പെടുകയില്ല. ഈ പ്രത്യേകതകളെല്ലാം ശക്തമായി ഇങ്ങനെ നിൽക്കുകയാണ്. ഈ മനുഷ്യനെയാണ് യേശു തമ്പുരാൻ വലിയ ഒരു ദൗത്യത്തിലേക്ക് ഈ ഒറ്റപ്പെട്ട സ്ഥലത്തിൽ നിന്ന് നിന്റെ ഭവനത്തിൽ നിന്റെ പ്രിയപ്പെട്ടവരുടെ അടുക്കിലേക്ക് പോവുക എന്ന് പറഞ്ഞ് അയച്ചത്. പ്രിയമുള്ളവരെ, നിങ്ങളേത് തരത്തിലുള്ള ഉപജീവന മാർഗം ചെയ്ത് ജീവിക്കുന്നവരായാലും, നിങ്ങളെ സമൂഹത്തിലെ ഏത് ശ്രേണിയിൽ പ്രവർത്തിക്കുന്നവരായാലും, ഇന്ത്യൻ പ്രസിഡന്റ് മുതൽ ഈ രാജ്യത്തിലെ ഏത് സെക്ടറിൽ പ്രൈവറ്റായിട്ട് നിങ്ങളൊരു ബിസിനസ് നടത്തുന്നയാളാകാം, അല്ലെങ്കിൽ വീട്ടിൽ കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുന്നവരാകാം, ഗവൺമെൻറ് സർവീസിലെ ഓഫീസിലെ അങ്ങേ ടോപ്പായിട്ടുള്ള ചീഫ് സെക്രട്ടറി മുതലുള്ള റാങ്കിൽപ്പെട്ട ഉദ്യോഗം വഹിക്കുന്നവരാകാം, എവിടെയായിരുന്നാലും നിങ്ങൾ വീട്ടിലായിരിക്കുന്നതിൻ്റെ അത്രയും ആത്മാർത്ഥതയും വിശ്വസ്തതയും വിശുദ്ധിയും വേറെ ഒരിടത്തും നിങ്ങൾ പ്രകടിപ്പിക്കേണ്ട. യേശു അവനെ അയക്കുന്നത് എങ്ങനെയാണ്? യേശു അവന് വസ്ത്രം നൽകിയും യേശു അവനെ സുബോധം നൽകിയുമാണ് അയക്കുന്നത്. ഇത് രണ്ട് പ്രത്യേകതയുണ്ട്. വസ്ത്രം ധരിച്ച മനുഷ്യനെയാണ് യേശു വീട്ടിലേക്ക് അയക്കുന്നത്. അത് ചൂണ്ടിക്കാണിക്കുന്ന ഒറ്റ ഒരു കാര്യത്തിലേക്കാ. നമ്മൾ സംസ്കാര സമ്പന്നരാകേണ്ട ലോകത്തിലെ പ്രധാനപ്പെട്ട ഒരിടം അവരവരുടെ സ്വന്തം വീടാണ്. മറ്റുള്ളത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. മനുഷ്യർക്ക് സുബോധം വേണ്ട ഒരു സ്ഥലമാണ് പ്രധാനമായിട്ടുള്ളത്. എന്താ? അവരവരുടെ വീട്. അതിനേക്കാൾ സുബോധം വേണ്ട വേറൊരിടം മനുഷ്യൻ വഹിക്കുന്ന ഒരു പദവിയിലുമില്ല. അൺഫോർച്ചുനേറ്റ്ലി ഓഫീസിലും മറ്റുള്ള സ്ഥലത്തും വസ്ത്രം ധരിച്ചും ബോധത്തോടെ ഇരിക്കുന്ന മനുഷ്യൻ ഇപ്പോഴത്തെ ഒരു സാമൂഹിക വ്യവസ്ഥയനുസരിച്ച് വസ്ത്രമില്ലാത്ത സംസ്കാരശൂന്യനായും ബോധരഹിതനായും പ്രവർത്തിക്കുന്ന ഏക ഇടം എവിടാ? വീടാ. ഇത് നേരെ തിരിച്ചാ യേശു അയക്കുന്നത്. നിങ്ങൾ ഏത് സർവീസിൽ പോയാലും എത്ര എൻട്രി അവിടെ കിട്ടിയാലുമേ ഒരു ദിവസം വരുമ്പോൾ യാത്രയപ്പ് സമ്മേളനം നടത്തി വീട്ടിൽ പറഞ്ഞു വിടും. വീട്ടിലോട്ടാണ് വിടുന്നത്. വീടെന്ന് അവർ പറയും. ഇത്ര ആളുകൾ നല്ല ഉദ്യോഗസ്ഥം വഹിച്ച ആളുകൾ വീടുണ്ടായിട്ടും വീടും കുടുംബവും എല്ലാം വിട്ട് ഹോട്ടലുകളിലും സ്വകാര്യമായ രീതിയിൽ മാത്രം ജീവിക്കാൻ പോകാനൊരിടമില്ലാത്ത എത്രയോ ആളുകളുണ്ട്. ഉന്നതരായ ആളുകളാണ്. വേദി വരുമ്പോൾ നമ്മൾ ബഹുമാനിക്കുന്ന ആളുകളാണ്. പക്ഷെ അവർക്ക് പോകാൻ ഇടമില്ല. അത് മനുഷ്യബന്ധം, അതിൽ നമുക്കിത് പ്രധാനമായിട്ട് വരും. മനുഷ്യബന്ധം സ്ഥാപിച്ചിട്ടില്ല. അവരുടെ കൺസേണും അവരുടെ കരുതലും ഒക്കെ ഈ മനുഷ്യൻ്റെ അശുദ്ധാത്മാവ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിലെ പോലെ അശുദ്ധമായ ജീവിത സാഹചര്യങ്ങളുണ്ടായി അന്ന് കെട്ടിപ്പടുത്തിയിരിക്കുന്ന ഒരു ബന്ധങ്ങൾ മൂലം അവന് വീടും കൂടുമെല്ലാം നഷ്ടമായി. വീട് ഫിസിക്കലി ഉണ്ട്, പക്ഷേ ദാറ്റ് ഡസ് നോട്ട് മേക്ക് എനി സെൻസ് ടു ഹിം ഓർ ഹർ. ആ തരത്തിൽ അവർക്കത് അർത്ഥമില്ല. യേശു നൽകുന്ന ഒരു മനുഷ്യനെ യേശു വസ്ത്രം നൽകി അയക്കുന്ന ഒരു വലിയ ശുശ്രൂഷ ആരാധനപരമായി നമ്മുടെ സഭയ്ക്കുണ്ട്, അനേക സഭയ്ക്കുണ്ട്. ആ പ്രവർത്തനത്തെ ആ ഒരു വലിയ കൂദാശയുടെ പേരാണ് ശരിക്കും മാമോദീസ. പ്രകാശവൽക്കരണമാണല്ലോ. പ്രകാശത്തിൻ്റെ മകളുമായി അഭിഷേകം ചെയ്യുക. പ്രകാശ വസ്ത്രം തന്നെ ധരിപ്പിച്ചാണ് മനുഷ്യനെ ഈ നവജാത
ഈ മാമോദീസായിലൂടെ വീണ്ടും ജനിച്ചിരിക്കുന്ന ആ കുഞ്ഞിനെ, അത് ഏത് പ്രായത്തിലുള്ള ആൾ, മുതിർന്ന ആളായാലും, വീണ്ടും ഭവനത്തിലേക്ക് അയക്കുന്നത്. ഈ വസ്ത്രം നഷ്ടപ്പെടാതെ ഭവനത്തിൽ ഉണ്ടാകണം. ഭവനം ഇച്ചിരിയുടെ കാര്യമായിട്ട് എടുക്കണം. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഭവനത്തെക്കുറിച്ചുള്ള കരുതൽ ഇവിടെ ഇരിക്കുന്ന അനേക ആളുകൾ ഗൗരവമായി എടുക്കുന്നുണ്ടോ? അടുത്ത കാലത്തെ സാമ്പത്തിക സാമൂഹിക പുരോഗതി മൂലം മനുഷ്യബന്ധങ്ങൾക്കും കുടുംബ ബന്ധങ്ങൾക്കും കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്കുമാണ് ഏറ്റവും അധികം കോടാലി വെച്ച, അല്ലെങ്കിൽ അത് തകിടം മറിക്കത്തക്ക രീതിയിലുള്ള സംവിധാനം മറ്റ് ഏത് യൂറോപ്യൻ അല്ലെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങളെക്കാൾ കൂടുതൽ ഈ രാജ്യത്ത്, പ്രത്യേകിച്ച് കേരളത്തിൽ ഇന്ന് സംജാതമാണ്. അവിടെ ജാഗ്രത പൂണ്ട ഒരു ജീവിതമാണ് നമുക്കുള്ളത്. നമുക്ക് ലഭിച്ച ഈ പ്രകാശത്തിൻ്റെ വസ്ത്രം, സംസ്കാരമാണ് വസ്ത്രമെന്നുള്ള ഒറ്റ വാക്കുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത്. നിങ്ങൾ നാളെ ചെറിയൊരു ജോലിക്ക്, ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി ഒന്ന് പോകുന്നിരിക്കട്ടെ. അതിനുടമസ്ഥൻ ഒരു ചെറിയ മല്ലപ്പള്ളിൽ ഒരു ചെറിയ കട, അവിടെ ഒരു സെയിൽസ് മാനായിട്ട്, ഒരു സെയിൽസ് ഗേളായിട്ടൊരു അപ്പോയിൻമെൻറ്റ്. ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ചെറിയൊരു കടയാണെങ്കിലും ഒരു 500 പേരെങ്കിലും അപ്ലൈ ചെയ്ത് അവിടെ വരും അന്ന് രാവിലെ. അതിൻ്റെ ഉടമസ്ഥൻ, അതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന 2 പേര് അവിടെ ഇരിക്കുമ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ നമ്മളെ നോക്കുന്ന, മുഖത്തോട്ട് നോക്കുന്നതിനോട് ഭാഗമായി തന്നെ അവർ സൂക്ഷ്മമായി ശ്രദ്ധിച്ചില്ലെങ്കിലും ശ്രദ്ധിക്കുന്നത് എന്താ? നമ്മുടെ വസ്ത്രധാരണമാണ്. വീട്ടിൽ ഏതൊക്കെ വസ്ത്രമാണ് ധരിക്കുന്നതെന്നൊന്നും ഈ പ്രസംഗവേദിയിൽ നിന്ന് ഞാൻ പറയുന്നില്ല. എത്രമാത്രം ശരീരത്തെ പൊതിഞ്ഞും പൊതിയാതെയൊക്കെ ഉള്ളതാ, അതൊക്കെ കാഷ്വലായിട്ട് നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ ഇതുപോലെയുള്ള ഒരു ചെറിയ കാര്യത്തിനായാലും വസ്ത്രം എന്താണ്, വസ്ത്രം ധരിച്ച രീതി എന്താണെന്നുള്ളത് അവിടെ കൗണ്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, വെറും ഫിസിക്കലായ വസ്ത്രത്തെക്കുറിച്ച് വീട്ടിൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. വസ്ത്രം ധരിക്കുന്ന രീതിയിലുള്ള സംസ്കാരം സമൂഹത്തിന്, പള്ളിക്ക് ലഭിക്കുന്നത് വീട്ടിൽ നിന്നാണ്. ആദ്യമേ ഇവിടുന്ന് കൊടുക്കുന്നത് പള്ളിയിൽ നിന്നാണെങ്കിലും അത് പ്രയോഗത്തിൽ അത് ഉപയോഗിക്കുന്നതും അതിൻ്റെ പിന്നീടുള്ള റിഫ്ലക്ഷനും വരേണ്ടത് വീട്ടിൽ നിന്നാണ് പള്ളിയിലേക്കും, പള്ളിയോട് ചേർന്നുണ്ടായിരുന്ന പഴയ വിദ്യാഭ്യാസ സംവിധാനത്തിലെ പള്ളിക്കൂടത്തിലേക്കും മറ്റ് മനുഷ്യൻ്റെ പ്രവർത്തന മേഖലയിലേക്കും വരേണ്ടത് വീട്ടിൽ നിന്നാണ്. അതുകൊണ്ട് വീടിനെ, അതിൻ്റെ സ്ട്രക്ചറായാലും അതിൻ്റെ അനുഭവത്തെ ആയാലും വളരെ ഗൗരവമായി നാം എടുക്കണം. രണ്ടാമത്, സുബോധമുള്ള മനുഷ്യരായിരിക്കണം. ഇപ്പം മനുഷ്യന് ഭക്ഷണവും അതിനോട് ചേർന്ന് തീറ്റിയും കുടിയും ആനന്ദവും എൻ്റർടൈൻമെൻറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് മനുഷ്യർക്ക് സുബോധം എത്ര പേർക്ക് വീടുകളിലുണ്ട് എന്നുള്ളത് സംശയമാണ്. പണ്ടത്തെ രീതി അനുസരിച്ച് അത് പുരുഷന്മാരെ ഉദ്ദേശിച്ചാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഇപ്പോഴത്തെ ഒരു പ്രത്യേക രീതി അനുസരിച്ച് അങ്ങനെ പുരുഷന്മാർക്കുള്ള കുത്തകയായിട്ടൊന്നും മാത്രം അത് വെക്കാൻ പറ്റത്തില്ല. ഞങ്ങളും അതിൽ നിന്ന് ഒട്ടും കുറവല്ല. അതുതന്നെ വല്ലൊരിടത്തും ഇവർക്ക് മാത്രമെന്ന് പറയുന്നില്ല എന്ന് പറയുന്ന സാമൂഹ്യ ബോധം നമ്മുടെ ആളുകളെ സ്കൂളിലും കോളേജിലും പിന്നെ സോഷ്യൽ മീഡിയയിലും ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്ന ആളുകളെ പ്രബുദ്ധരാക്കുന്ന ധാരാളം പ്രവർത്തകർ സമൂഹത്തിൽ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ പ്രേരണ കേട്ടിട്ട് ഒരു അഭിമന്യ പിതാക്കന്മാരുടെ കൽപ്പനയോ അവരുടെ ആജ്ഞകളോ അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശങ്ങളോ സ്നേഹമോ ഒരു വൈദികൻ്റെ താല്പര്യപൂർവമായ പ്രസംഗമോ അവരുടെ ഉപദേശമോ വീട്ടിലിത് ഉപദേശിക്കുന്ന ആളുകളുടെയോ കേൾക്കുന്നതിനേക്കാൾ ഈ സാമൂഹ്യ വ്യവസ്ഥയെ ഒരായുധമായി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അറിയാതെ തന്നെ ഈ ഒരു രീതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. സഭ ശക്തമായി മുന്നോട്ട് വരണമെന്ന് പറഞ്ഞ് വരുമ്പോൾ തന്നെ അതിൽ എന്തെങ്കിലും കാര്യങ്ങൾ കാണിച്ച് ഇതിൽ പ്രസക്തിയില്ല, അത് കാലഹരണപ്പെട്ടു എന്ന് പറയുന്ന ശക്തമായ സോഷ്യൽ മീഡിയ മെസ്സേജ് ഈ കാലഘട്ടത്തിൽ കേരളത്തിലുണ്ട്, നമ്മുടെ എല്ലായിടും എത്തുന്നുണ്ട്. അതിനെ അതിജീവിക്കാൻ സുബോധമുള്ളവരായി നമ്മൾ തീരണം. കൊച്ചു പ്രായത്തിൽ ഒരു മകനോ മകളോ ഉണ്ടെങ്കിൽ കൊച്ചു പ്രായത്തിൽ മുതൽ ഇന്ന് അതിൻ്റെ ഒരു ആവശ്യം എല്ലാ മേഖലയിലും നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആ കുഞ്ഞുങ്ങൾ, തീരെ കൊച്ചു കുഞ്ഞുങ്ങളിൽ നിന്ന് അവർ യൗവനകാലത്തിലേക്ക് വരുമ്പോൾ അത് പെണ്ണായാലും ആണായാലും ആ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ അറിയണം, അവരെ ഒന്ന് സ്പർശിക്കണം. സ്വന്തം മകനും മകളുമാണ്, അതുകൊണ്ട് അവരെ ഒരു ഉമ്മ വെച്ച് അവരോടുള്ള ബന്ധം ഓരോ ദിവസവും നിലനിർത്തണമെങ്കിൽ നമ്മുടെ മുഷിട് സ്വഭാവം കൊണ്ട് അത് വിട്ടാൽ ഇത് സമൂഹത്തിൽ ലഭ്യമാകുന്ന സ്ഥലങ്ങളിലേക്ക് കുഞ്ഞുങ്ങൾ പോകും. അതിൻ്റെ അനാലിസിസിലേക്കൊന്നും ഞാൻ അധികം പോകുന്നില്ല. വീട്ടിൽ ഇത് കിട്ടാത്തതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. മറ്റാളുകൾ ഒരു സ്കൂളിൽ നിന്ന് കുട്ടികൾ പുറത്തേക്ക് പോകുമ്പോൾ അവിടെ വലവിരിച്ചിരിക്കുന്ന കഴുകൻ കണ്ണുകളുമായുള്ള ആളുകളുണ്ട്. അവർ നോക്കും ഒറ്റപ്പെട്ടു പോകുന്ന കുഞ്ഞ് ഏതാണ്,
കൂട്ടുകാരുടെ കൂടെ നല്ല ചിരിച്ചും കളിച്ചും സംസാരിച്ചും പോകുന്ന നമ്മുടെ വണ്ടി വന്ന് വീടിൻ്റെ മുറ്റത്തുനിന്ന് പെറുക്കി അവിടെ കൊണ്ടുപോയി പഠിപ്പിച്ച് തിരിച്ച് വീടിൻ്റെ മുറ്റത്തേക്ക് വിടുകയാണെങ്കിൽ എങ്കിൽ പോലും അതിന് ഇൻ ബിറ്റ്വീൻ സമയങ്ങളിൽ അപ്പോൾ അവർ അടുത്ത് വരും. ഒന്നും അറിയാത്ത രീതിയിൽ ചെയ്യുമ്പോൾ ഈ കുഞ്ഞ്, ഇത് യൗവനക്കാരികളും കുഞ്ഞ് മാത്രമല്ല, അറിയാതെ ഈ ഹൃദയം തുറക്കും. ഈ സ്നേഹത്തിൻ്റെ അപ്പോസ്തലനായി വരുന്ന ഈ ആളിനെ, മുമ്പ് പരിചയമില്ലാത്ത ആളിനോട് ഈ കാര്യങ്ങൾ വെക്കും. അപ്പോൾ അവർ അതിനനുസരിച്ചുള്ള പദ്ധതികൾ തയ്യാറാക്കി ഇവരെ വലയിലാക്കും. എന്തെല്ലാം പ്രതിസന്ധികൾ നമ്മൾ മറ്റ് മാധ്യമങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇതിനടിസ്ഥാനപരമായ കാര്യം വീട്ടിൽ വസിക്കുമ്പോൾ സുബോധമുള്ളവരായിരിക്കുക, വീട്ടിൽ വസിക്കുമ്പോൾ സംസ്കാരമുള്ളവരായിരിക്കുക. വീടിൻ്റെ സംസ്കാരം, വീടിൽ നിന്ന് ലഭിക്കുന്ന സുബോധമാണ് സമൂഹത്തിൻ്റെ എല്ലാ ശ്രേണികളിലും റിഫ്ലക്റ്റ് ചെയ്യേണ്ടത്. അല്ലാതെ ഇവിടുന്ന് കിട്ടി അവിടേക്ക് പോകാമെന്ന് ചിന്തിക്കുന്നത് തെറ്റാണ്, അത് ലഭിക്കുകയില്ല. അതുകൊണ്ട് സമൂഹത്തിലെ പള്ളിയായാലും പള്ളിക്കൂടമായാലും മറ്റേത് തരത്തിലുള്ള സാമൂഹ്യമായി നമ്മളെ ഒരുക്കുന്നതായ ഇടമായാലും അവിടെ ഈ ഭവനവും തമ്മിലുള്ളതായ ഒരു ഐക്യബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. വീട്ടിൽ നിന്ന് വരുന്ന കുട്ടി സ്കൂളിൽ വന്ന് പഠിച്ച് മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ച് വീട്ടിലേക്കാണ് പോകുന്നത്. എൻ്റെ ഭവനം പോലെ ഫീൽ അറ്റ് ഹോം എന്നൊരു ഫ്രേസ് തന്നെ ഇംഗ്ലീഷ് ഭാഷയിലുണ്ടല്ലോ. അത് ഫീൽ അറ്റ് ഓഫീസ് എന്നോ ഫീൽ അറ്റ് മറ്റേതെങ്കിലും എൻ്റർടൈൻമെൻറ്റ് സ്ഥലമെന്നോ നമ്മൾ പറയാറില്ല. ഫീലിംഗ് അറ്റ് ഹോം, എൻ്റെ ഒരു ഭവനം പോലെ എനിക്ക് സമാധാനമായി, ഒരു സ്വസ്ഥമായി, ഒരു ലഷറിലുള്ളതായ ശാന്തിയും സമാധാനവും നൽകുന്ന അന്തരീക്ഷം ഭവനത്തിൽ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ പ്രകാശവസ്ത്രം നഷ്ടപ്പെടുത്താതെ അവിടെ ലഭിച്ച മോറോൻ അഭിഷേകത്തിൻ്റെ ആ നല്ല അരോമാറ്റ്, അതിൻ്റെ മണവും അതിൻ്റെ സുഗന്ധവും അതിൻ്റെ ഒരു പ്രകാശ വലയവും ഉണ്ടാകണം എന്നുള്ളത് ഞാൻ ഓർപ്പിക്കട്ടെ. അപ്പോൾ ഇവിടെ യേശുതമ്പുരാൻ ഈ മനുഷ്യനെ കല്ലറയിൽ നിന്ന് ഭവനങ്ങളിലേക്ക് അയക്കുമ്പോൾ ഭവനങ്ങൾ കല്ലറകളായി മാറുന്ന ആധുനിക പ്രവണത നിർത്തി ഭവനങ്ങളെ നല്ല ബന്ധങ്ങളുള്ളതായ ഇടമാക്കി മാറ്റാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. രണ്ടാമത്, യേശുതമ്പുരാൻ ഈ മനുഷ്യനെ അയക്കുന്ന, തന്നോടുകൂടെ വരണമെന്ന് ആഗ്രഹിച്ച, താൻ പലപ്പോഴും ആഹ്വാനം ചെയ്ത, എൻ്റെ കൂടെ വാ, എൻ്റെ ഒരു സഹവാസിയായി, എൻ്റെ ഉള്ളിലുള്ള ആ തുടുപ്പുകളൊക്കെ അറിഞ്ഞ് എന്നോടുകൂടി ഇരിക്കാൻ എന്നുള്ള ആഹ്വാനത്തിൽ നിന്ന് അതിനെ വിലക്കിയിട്ട് നീ പോകൂ എന്ന് പറഞ്ഞ് അയക്കുന്ന ആ വലിയ ദൗത്യം മറ്റൊന്നുമല്ല, ടു റീഇൻസ്റ്റിറ്റേറ്റ് ദ ബ്രോക്കൺ റിലേഷൻഷിപ്സ്. മുറിഞ്ഞുപോയ, അറ്റുപോയ ആ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുക. നല്ല പ്രകാശവസ്ത്രവും ബുദ്ധിയുടെ നേർമയും നൽകി ഭൂതാവിഷ്ടനായിരുന്ന മനുഷ്യനെ യേശുതമ്പുരാൻ ഭവനത്തിലേക്ക് അയക്കുമ്പോൾ അത് നമ്മൾക്കൊന്ന് നോക്കാം. യേശു അവനോട് നിന്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന്, നിന്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ, ഇത് രണ്ടും വളരെ പ്രധാനമാണ്. അനേക ആളുകൾ നിശബ്ദരാകുന്ന, ഹൃദയം പൊട്ടുന്ന, ഭവനം വിട്ടിറങ്ങുന്ന ഒരു പ്രധാന കാരണം എൻ്റെ ഭവനമാണെന്ന് ഞാൻ വിചാരിച്ചിടത്ത് ഞാൻ അന്യനാകുന്ന അനുഭവം ഉള്ളതുകൊണ്ടാണ്. ഭാര്യയുടെ കഠിനമായ ഒരൊറ്റ നോട്ടമോ മുഖഭാവമോ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഈ കോടാനുകൂടി ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും കഠിനാധ്വാനം ചെയ്ത് കൊണ്ടുവന്ന ഇതിൽ അർത്ഥമില്ലല്ലോ എന്ന് മനസ്സിലാകുന്ന നിമിഷം ഈ കൊട്ടാരം വിട്ട് അവൻ കുടിലേക്കോ തെരുവിലേക്കോ ഇറങ്ങും. Because the relationship is broken. കോടികൾ സമ്പാദിച്ചതുകൊണ്ട് ഭവനത്തിൽ വസിക്കുന്ന സന്തോഷവാനായ ഒരു മനുഷ്യനോ ഒരംഗമോ ആയി തീരുകയില്ല പ്രിയമുള്ളവരെ. അത് ചിലപ്പോൾ നമ്മുടെ സന്തോഷത്തെ കെടുത്തുന്ന ഒന്നായി മാറാനാണ് ആധുനിക കാലഘട്ടത്തിലെ കാലികമായ സംഭവങ്ങൾ നമ്മളുടെ മുമ്പിൽ വിളിച്ചുകൊണ്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ മനുഷ്യന് സ്വന്തമായ ഒരു വീടുണ്ടായിരുന്നു. ആ മനുഷ്യൻ ഇപ്പോൾ ഒറ്റപ്പെട്ടാണെങ്കിലും അവന് സ്വന്തക്കാർ ഉണ്ടായിരുന്നു. ഈ മലയാള വേദപുസ്തകത്തിലോട്ട് ചേർന്ന് ചില അർത്ഥങ്ങൾ കിട്ടാൻ നമുക്കതിൻ്റെ മൂലഭാഷയിലെ ചില പ്രയോഗങ്ങളിലേക്ക് ഒന്ന് പോകേണ്ടതും ആവശ്യമാണ്. യേശുതമ്പുരാൻ അവനോട് പറഞ്ഞയക്കുന്നതിൽ മൂലഭാഷയിൽ, ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിക്കുന്ന ഈ വേദഭാഗത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ്: ഹുപ്പാകെ എയിസ്റ്റോൺ ഓയിക്കോൺ, ഹുപ്പാകെ എയിസ്റ്റോൺ ഓയിക്കോൺ.
ചലനത്തിന്, യാത്രയ്ക്ക്, മൂവ്മെൻറ്റിന് ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിക്കുന്ന അനേക വാക്കുകളിൽ അതിനോട് ചേർന്ന് ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ, അനുബന്ധമായ 2 വാക്കുകൾ ഗ്രീക്ക് ഭാഷയിലുള്ളത്, ഒന്ന് പ്രോസ് എന്നും ഒന്ന് എയ്സ് എന്നുമാണ്. പ്രോസ് എന്ന വാക്കിൻ്റെ അർത്ഥം ടുവേർഡ് ഓർ ടു എന്നാണ്. ഇംഗ്ലീഷ് അറിയാവുന്ന അല്ലെങ്കിൽ അത്യാവശ്യമായ എല്ലാ ആളുകൾക്കും അറിയാം, ഇത് രണ്ടും മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ടു ഓർ ടുവേർഡ്. അപ്പോൾ ഇതാണ് എൻ്റെ ഭവനമെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് യാത്ര ചെയ്ത് ഇവിടേക്ക് വരുന്നതിനാണ് പ്രോസ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. പോസ്റ്റ്മാൻ വീട്ടിൽ വന്നു പോകുന്ന പോലെയേ ഉള്ളൂ. പണ്ടത്തെ രീതിയിലാണ്, ഇപ്പോൾ അവരുടെ അതിന് ആവശ്യം തന്നെ ഇല്ല. പണ്ടത്തെ രീതിയിലാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കത്തിടപാടുകൾ നടത്തി അതിൽ മറുപടി പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ വീട്ടിൽ ഓഫീസിൽ നിന്നോ അല്ല മറ്റൊരിടത്ത് വന്നാൽ ആദ്യമേ ചോദിക്കുന്നത് പോസ്റ്റ്മാൻ ഇന്ന് വന്നോ. PSCയിൽ വിശ്വാസം അർപ്പിച്ചിരുന്ന കാലത്ത് യുവാക്കൾ, യുവതികൾ അപ്ലിക്കേഷൻ കൊടുത്ത ആളുകൾ പോസ്റ്റ്മാൻ വന്നോ എന്ന് അന്വേഷിക്കും. ഇപ്പം പിന്നെ ആ പ്രതീക്ഷയില്ലാത്തതുകൊണ്ട് അവർ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അന്നേരമോ പോസ്റ്റ്മാൻ വന്നോന്നാ, എവിടെ വന്നോ, വീട്ടിൽ വന്നോ, വീട്ടിൽ എവിടെ വന്നോന്നാ, മുറ്റത്ത് വരെയേ ഉള്ളൂ, വീടിനകത്തോട്ട് കയറുന്നില്ല. ഇതാണ് പ്രോസ് എന്നുള്ളത്. ഇനി സരസമായും ഇച്ചിരി കാര്യങ്ങളൊക്കെ ഒന്ന് പറയേണ്ടതും ആവശ്യമാണല്ലോ. നമ്മൾ വീട്ടിലെ അറ്റൻഡൻസ് ഞായറാഴ്ച രാവിലെ പലരും കൊടുത്തിട്ട് പോകുന്നത് അവിടുത്തെ ബുക്ക് നോക്കിയാൽ പള്ളി പോയി എന്നാ. എന്താ വീട്ടിൽ അറ്റൻഡൻസ് ഇല്ല. നമ്മളൊരു 12 മണിയാകുമ്പോൾ അച്ഛൻ കുർബാനയൊക്കെ കഴിഞ്ഞ് അനുബന്ധമായ കാര്യങ്ങൾ കഴിഞ്ഞ് ഭവന സന്ദർശനത്തിനോ പ്രാർത്ഥനയോ ഉള്ളത് ഉച്ചഭക്ഷണത്തിനോ വീട്ടിൽ ചെന്നിട്ട് ഈ ആളെന്തേ, ഇവിടുത്തെ ആചാരെന്തേ, അപ്പച്ചനെന്തേ, അവിടുത്തെ അമ്മാമ എന്തിയെ, വീട്ടുകാരി എന്തിയെ, മകൻ എന്തിയെ, മകളെന്തി ചോദിച്ചാൽ അവർ പറയുന്നത് പള്ളി പോയി എന്നാ. പക്ഷേ അച്ഛനറിയാം പള്ളി പോയെന്ന് പറഞ്ഞാൽ പള്ളിയുടെ മുറ്റത്ത് നിൽക്കുന്ന പേരയുടെയും പിന്നെ അനേകയിടത്ത് ഇപ്പോഴ് അത്തി ഇല്ലേ, അവിടെ അറ്റൻഡൻസിലേ ഉള്ളൂ പള്ളി പോയി. മറ്റൊരു വാക്ക് ഏതാണെന്ന് ഞാൻ പറഞ്ഞത് ഗ്രീക്ക് ഭാഷയിലെ എയ്സ്, എപ്സിലോൺ അയോട്ട സിഗ്മ, എയ്സ്, കൊച്ചൊരു വാക്ക. അതിൻ്റെ അർത്ഥം ഇൻറ്റു ഓർ ടുവേർഡ് എന്നാ. പള്ളി പോയി എന്നുള്ളതും പള്ളിയിലേക്ക് പോയി എന്നുള്ളതും രണ്ടും രണ്ടാണ്. അപ്പോൾ ആ വീട്ടിൽ നിന്ന് വരുന്ന ആളുകൾ ആ മുറ്റത്ത് നിൽക്കാതെ പള്ളിക്കകത്ത് കയറുന്നത്. അവരോട് എവിടെ പോയി മോൻ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ അവൻ പള്ളിയിലേക്ക് പോയി. അല്ല പള്ളിയുടെ അടുത്ത് വരെ, പള്ളിയുടെ പരിസരത്ത് വരെ പോവുകയല്ല. നിങ്ങളൊന്ന് ഓർത്തേ, ഹുപ്പാകെ എയ്സ്റ്റോൺ ഓയിക്കും. ഹുപ്പാകെ എന്ന് പറയുന്നൊരു ഇമ്പരേറ്റീവ് സെൻസിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാ. യു ഗോ, സെക്കൻഡ് പേഴ്സൺ സിംഗുലറായിട്ട് ഉപയോഗിക്കുക. നീ, യു ഗോ. എവിടേക്ക്? എയ്സ്റ്റോൺ ഓയിക്കണം, നിന്റെ ഭവനത്തിലേക്ക് പോകണം. ഹുപ്പാകെ എയ്സ്റ്റോൺ മൂ എന്നുണ്ട്, നിന്റെ ഭവനം, നിന്റെ വീട്ടിലേക്ക് പോകുക. ഇന്ന് ഗൗരവമായിട്ട് നടത്തു നോക്കിയേ. അനേക വർഷങ്ങളായി കല്ലിപ്പാറ പള്ളിയുടെ പോട്ടെ ഏതെങ്കിലും ഒരു പള്ളിയുടെ സെമിത്തേരിയിൽ പകലും രാവും മനുഷ്യർക്ക് നടക്കാൻ ഭീതി ഉള്ളതായ, അപഹസിക്കപ്പെട്ടതായ, പരിഹസിക്കപ്പെട്ടതായ, ഒറ്റപ്പെട്ടതായ, മുറിവേൽക്കപ്പെട്ടതായ ഒരു മനുഷ്യനോടൊന്ന് മനസ്സ് തുറന്ന് സംസ്കാരിക്കാൻ കഴിയാത്ത തരത്തിൽ മനസ്സുകൊണ്ടും ശരീരവുമായും ഒറ്റപ്പെട്ട തിക്തയാതനെ അനുഭവിച്ച് അപകർഷക ബോധത്തിൽ ജീവിച്ച മനുഷ്യൻ തിരിച്ച്, ഈ മനുഷ്യനെ ഇപ്പോഴും സബോധവും വസ്ത്രം ലഭിച്ചിട്ടുള്ളൂ, ഇവന്റെ ട്രാൻസ്ഫോർമേഷന്റെ കാര്യം വീട്ടുകാരറിയുന്നില്ല. വീട്ടുകാരന്നേ അവരുടെ ആതിരിൽ വെക്കുന്ന മുട്ടി, എനിക്കിങ്ങനൊരു മകനില്ല, എനിക്കിങ്ങനൊരു ഭർത്താവില്ല, എനിക്കിങ്ങനൊരു സഹോദരനില്ല, എനിക്കിങ്ങനൊരു പപ്പായില്ല എന്ന് വിചാരിക്കുന്ന ആളുകളുടെ അടുക്കിലേക്കാണ് യേശു തമ്പുരാൻ വിട്ടത്. അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത്, സർക്കാർ ഓഫീസ് നിങ്ങൾ നോക്കണ്ട, നിങ്ങളുടെ പ്രൈവറ്റ് ബിസിനസ് നോക്കണ്ട, വീടും വീട്ടിലുള്ളവരെ നോക്കിയില്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ദുഃഖിക്കേണ്ടി വരും. ഞാൻ ഇവിടെ പോയി ഒരു സംസ്ഥാന സമ്മേളനത്തിന് പോയി, ഒരു സമ്മേളനത്തിൽ പോയി നാട് നന്നാക്കണ്ട, നീ നിന്റെ വീട് ആദ്യം നന്നാക്കുക. വീട് മാത്രം നന്നായാൽ സമൂഹത്തിലെ എല്ലാ സ്ഥാപനങ്ങളും പള്ളി ഉൾപ്പെടെയുള്ളത് നന്നാവും. അപ്പോൾ ഫിസിക്കലായ അറ്റ്മോസ്ഫിയറിൽ നിന്ന് ബന്ധങ്ങളിലേക്ക് നമുക്കൊന്ന് നോക്കാം. അവിടെ യേശു തമ്പുരാൻ നിന്റെ പ്രിയപ്പെട്ട, അതുകൊണ്ട് മലയാളത്തിലേക്ക് നല്ല അർത്ഥപൂർണമായിട്ടാണ്
ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. നീ നിന്റെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുക എന്നാണ് യേശു തമ്പുരാൻ പറഞ്ഞ ഗ്രീക്ക് ഭാഷയിലെ ലിറ്ററലായ ട്രാൻസ്ലേഷൻ. പക്ഷേ അതുകൊണ്ട് അർത്ഥമില്ല. അതുകൊണ്ട് വളരെ ചിന്തിച്ച് ഈ വേദപുസ്തകം വിവർത്തനം ചെയ്തവരും എല്ലാ ആത്മീയ ആളുകളും പരിശുദ്ധാത്മ പ്രേരണ ലഭിച്ചിട്ട് നീ നിന്റെ പ്രിയപ്പെട്ടവരുടെ അടുക്കിലേക്ക്, ദ ഇന്നർ സർക്കിൾ ഓഫ് യുവർ ഹൗസ്, ദ ക്ലോസ് റിലേറ്റീവ്സ്, ദ ക്ലോസ് ഫ്രണ്ട്സ്, അവരുടെ അടുക്കിലേക്ക് നീ ചെല്ലണം. കൈയൊന്നും പൊക്കണ്ട. ഇങ്ങനെ കല്ലറയിൽ നാട്ടിലെല്ലാം ആളുകൾക്ക് അപമാനമായൊരു പാട്ടായി തീരുന്ന മനുഷ്യൻ ഒറ്റയ്ക്ക് യേശുവില്ല. ഒറ്റയ്ക്ക് വീട്ടിൽ വന്നാൽ സ്വീകരിക്കാൻ തക്കവണ്ണം ആത്മീയതയുള്ള ആരെങ്കിലും കൺവെൻഷൻ പന്തലിൽ വന്നിട്ടുണ്ടോ? ഞാനും തിരുമേനി എല്ലാവരും കൂടെ ഇങ്ങനെയുള്ളൊരു മനുഷ്യനെ മെൻ്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് നല്ലതായെന്ന് പറഞ്ഞ് വീട്ടിലോട്ട് കൊണ്ടുവരുക. എന്തായിരിക്കും പറയുന്നത്? തിരുമേനി അടുത്ത ആഴ്ച മുതൽ മോടെ പരീക്ഷ തുടങ്ങുക, ദയവ് ചെയ്ത് 1 മാസം കൂടെ കഴിഞ്ഞിട്ട് കൊണ്ടുവന്നാട്ടെ. അപ്പോൾ പിന്നെ നോമ്പായി, ഈസ്റ്റർ കഴിഞ്ഞ് ഏപ്രിൽ 6-ാം തീയതി കൊണ്ടുവരില്ല എന്ന് വിചാരിച്ച് ഞങ്ങൾ കൊണ്ടുപോയില്ലുവാണെങ്കിൽ പറയും, തരും ഇപ്പം കല്യാണത്തിൻ്റെ ഈ സീസണെ ഞാൻ ഇങ്ങേരുടെ മാളാണെന്നൊന്നും പറയാതെ ആരുടെയെങ്കിലും കൈയും കാലും ഒക്കെ പിടിച്ച് എങ്ങനെയോ ഒരു കാര്യമൊന്നും ഉറപ്പായി, ദയവ് ചെയ്ത് ഇങ്ങനെ ഈ വീട്ടിലാണെന്ന് പറയരുത്, ഒന്നും ഉപകാരം ചെയ്യണേ. ബാക്കി നിങ്ങൾ ചിന്തിക്കുക. ഒരൊറ്റ മനുഷ്യൻ ഇതുപോലൊരു മനുഷ്യനെ സ്വീകരിക്കത്തില്ല. അതറിഞ്ഞിട്ട് 2000 പന്നികൾ മരിക്കുവാനിടയായ, അതിനെ പരിപാലിച്ച അനേക ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെടുത്തിയ, സമൂഹത്തിൻ്റെ നിലയും സാമ്പത്തിക വ്യവസ്ഥയും തകിടം മറിക്കുവാനിടയായ കാരണഭൂതനായ മനുഷ്യനെ അവൻ്റെ തന്നെ വീട്ടിൽ ഹിസ് ഓൺ ഹൗസ്, കേന്ദ്രത്തിൻ്റെ ബഡ്ജറ്റ്, കേരളത്തിൻ്റെ ബഡ്ജറ്റ്, ഇതിനുവേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഒത്തിരി ആളുകൾ. സമയപരിമിതി മൂലവും ഇതിങ്ങനെ ഒരു കൺവെൻഷൻ ആയതുകൊണ്ട് ഞാൻ അതിൽ അധികം സ്പർശിക്കുന്നില്ലെങ്കിലും ഇതെല്ലാം വരുന്നത് ധനകാര്യം എന്നുള്ള ആ വാക്ക് തന്നെ മാറ്റണം. ധനകാര്യ വകുപ്പല്ല നമുക്ക് വേണ്ടത് വീടിൻ്റെ ഒരു അഫെയർ ഉള്ള ഒരു ഇതാ വേണ്ടത്. ഭാഷാപരമായി ഇതിനെക്കുറിച്ച് അപഗ്രഥിച്ച് ചുമതലയുള്ള ആളുകളോടൊക്കെ ചില വാക്കുകളുടെയൊക്കെ ഒറിജിൻ ഇതായതുകൊണ്ട് മാറ്റണം എന്നൊക്കെ പറയാം. അതിനുള്ള സാധ്യതയുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ മാറ്റിയാൽ മതി. ഈ ധനം വന്നതുകൊണ്ടാണ് ധനപരമായ കാര്യം എന്തൊക്കെ ഉണ്ടെന്നുള്ളത് ഇവിടുത്തെയും കേട്ടിട്ട് നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത്. എക്കണോമിക്സ് എന്നുള്ള വാക്ക് വന്നിരിക്കുന്ന പഠിക്കുന്ന ആളുകൾക്കെല്ലാം അറിയാം. ഓയിക്കോസ്, വീടേ, ഉപ്പാകെ എയ്സ്റ്റോൺ ഓയിക്കോൺ മോ സു എന്ന് പറഞ്ഞില്ലേ, ആ വാക്കാ ഓയിക്കോസ് എന്നുള്ള വാക്കിൽ നിന്ന് എക്കണോമിക്സ് എന്നുള്ള വാക്ക് വന്ന. എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ പ്രധാനമായി എന്താ? വീട്ടുകാര്യമെന്ന. എന്താ? സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ധനകാര്യമന്ത്രി ചെയ്യുന്നത് എന്താ? സംസ്ഥാനത്തെ എല്ലാം കൂടെ ചേരുന്ന ഒരു വീട് പോലെ നമ്മൾ ഒന്നായിത്തീരുന്ന ആ വീട്ടിലെ കാര്യങ്ങൾ. ഈസ്റ്റർ കഴിഞ്ഞ് ഈസ്റ്ററിൻ്റെ ആഘോഷത്തിന് ഇന്ന് വസ്ത്രം ഇന്ന ആളുകൾക്ക് ഇല്ല, ബഡ്ജറ്റിൽ അത്രയും ഇല്ല, പപ്പായിക്കുന്ന ഇന്നത് മതി, മോക്കിത് മതി, കല്യാണത്തിന് പോകണം നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളുടെയാ, അതിന് വേണ്ടത് ആഭരണം ഇന്നതാണെങ്കിൽ അത് ഇന്നപ്പോൾ ബഡ്ജറ്റ് ഇടും ബോധമുള്ള ആളുകൾ. ഇല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഭവിഷ്യത്തുകളുണ്ടാവും. അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇത്ര ഇല്ലെന്ന് പറയത്തില്ലേ? ഇതേ വികാരമാണ് ദൂർത്തടിക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ടത്. ഇതെൻ്റെ ഒരു വീട്ടുകാര്യമാണ്, നാട്ടുകാര്യമല്ല, വീട്ടുകാര്യം. പോട്ടെ, അതിന് നാനാവശ്യങ്ങളിലേക്ക് പോവാം. അപ്പോൾ ഇത് ബന്ധങ്ങൾ. ഈ മനുഷ്യൻ ആ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ടേ, വീട്ടിലെ മുറ്റത്തോട്ട് ചെന്ന് അകത്തോട്ട് കയറാൻ നോക്കുമ്പോൾ അപ്പൻ അവിടെ ഇരിക്കുക. സാധാരണഗതിയിലാണെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയാ? ആളവിടെ വന്നു എന്ന് അറിയിക്കാൻ തക്കവണ്ണം നമ്മളൊരു തുമ്മല് തന്നെ അങ്ങോട്ട് തുമ്മും, അല്ലേ? പിന്നെ നമ്മുടെ നാട്ടിൽ പണിക്കാർ രാവിലെ വീട്ടിൽ വന്നെന്ന് അറിയിക്കുന്നത് എങ്ങനെയാ? ഒരു തുമ്മല് തുമ്മിയാ, മുകേഷൻ വന്നായിരുന്നു, അല്ലേ? അല്ലാതെ ഞാൻ യൂറോപ്പ് എല്ലാവർക്കും അറിയാം, മറ്റുള്ളിടത്തൊക്കെ പോകുന്ന രാജ്യങ്ങളിൽ അവരവരെ ഏൽപ്പിച്ച ജോലി വന്ന് ചെയ്യുന്നു. 5 വർഷം റോയിൽ പഠിക്കുമ്പോൾ ആ ഹോസ്റ്റൽ മുഴുവൻ തൂത്തു കിടക്കുന്നത് ഇത്രയും സൗന്ദര്യശ്രേഷ്ഠനായ ജാനി എന്ന് പറയുന്ന ഒരാൾ. ഞാൻ പിന്നീടൊക്കെ ചെന്നപ്പോൾ അദ്ദേഹം ആ ജോലി കഴിഞ്ഞു. ഒരു സോഷ്യൽ സെക്യൂരിറ്റിക്കുള്ളതുകൊണ്ട് രാപകലൊന്നും അങ്ങ് ജീവിതത്തിൻ്റെ സായാഹ്ന സമയം വരെ ഒന്നും അവർ അധ്വാനിക്കേണ്ട ആവശ്യമില്ല. നല്ല സുമുഖനും സുന്ദരനുമായി, ആരെ കണ്ടാലും ചിരിക്കുന്ന, വളരെ വ്യക്തിപരമായി. ഇന്ത്യയിലേക്ക് വരുവാണെങ്കിൽ ഞാൻ ഇന്ത്യയിൽ വരുമ്പോൾ എൻ്റെ അടുത്ത് വരണമെന്നൊക്കെ പറഞ്ഞ് അഡ്രസ്സ് വരെ കൊടുത്തിട്ടാണ് അന്ന് വന്നത്. വെറും തൂപ്പ് ആള്, അല്ല വേറെ ആരും അല്ല.
രാവിലെ വരുന്നു, വണ്ടി എവിടെ വെക്കുന്നു, അതിനുള്ള ഗ്ലൗസും മറ്റു കാര്യങ്ങൾ ഇടുന്നു, ജോലി അങ്ങ് തുടങ്ങുക. അല്ലാതെ അതിൻ്റെ റെക്ടർ അറിയാൻ വേണ്ടി അവിടെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ആരാ? ഞാനാ, വന്നായിരുന്നോ? വേണ്ട. എൻ്റെ അപ്പൻ എന്ന് പറയുന്ന ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട്. കഴിഞ്ഞ ഇത്ര വർഷമായി ഈ വീട്ടിൽ നിന്ന് എന്നെ ഒറ്റപ്പെടുത്തിയ കല്ലറയിൽ നാട്ടുകാരെന്നെ കല്ലെറിഞ്ഞു. ഞാൻ തന്നെ മുറിവേൽപ്പിച്ച് ഈ പാടുകൾ കാണൂ. ഒരിക്കൽ അപ്പച്ചൻ എന്നെ കുറിച്ചൊന്ന് ചിന്തിച്ചോ? എന്നെ കാണാൻ വന്നോ? ഇല്ല. അപ്പോൾ ഈ ശബ്ദം കേട്ടുകൊണ്ട് വീട്ടിലുള്ള ബാക്കിയുള്ളവർ വരുന്നു. ആരൊക്കെ? ഭാര്യ, സഹോദരന്മാര്, മക്കളൊക്കെ വരുന്നെന്ന് വിചാരിക്കുക. ഈ പരിഭവങ്ങളാണ് ഇവൻ സംസാരിക്കുന്നത്. യേശു തമ്പുരാൻ അറിയാവുന്നത് കൊണ്ട് വാട്ട് ഷുഡ് ബി ടോക്ഡ് വെൻ യു ആർ അറ്റ് ഹോം വിത്ത് യുവർ ക്ലോസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്. യേശു തമ്പുരാൻ സംസാരിക്കേണ്ട വിഷയം കൂടെ സ്പെസിഫൈ ചെയ്താണ് അവനെ വിട്ടത്. ഇല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു സാധ്യത മനുഷ്യൻ എന്നുള്ള നിലയിലുണ്ടാവും. അതുകൊണ്ട് യേശു തമ്പുരാൻ പറഞ്ഞു, നീ നിന്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും what the Lord did to you and നിന്നോട് കരുണ കാണിച്ചതും, how God was merciful to you, ഈ രണ്ട് കാര്യമാണ് വീട്ടിൽ സംസാരിക്കേണ്ടത്. കൺവെൻഷനായതുകൊണ്ട് സമയം നമുക്ക് തികയത്തില്ല. വീടുകളിൽ ആത്മീയ കാര്യം എപ്പോഴെങ്കിലും സംസാരിക്കുന്ന ആളുകൾ ആരുണ്ട്? ഒരു കുഞ്ഞിന് മാമോദീസ വരുന്നു. ഫിസിക്കലായ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ മാത്രമല്ല. എന്താണ് മാമോദീസ? ആ കുഞ്ഞിനെ ആത്മീയമായി ജനിപ്പിക്കുന്നതിന് നമ്മൾ ആത്മീയമായി ചെയ്യേണ്ടത് എന്താണ് ഇന്ന് ലഭിക്കുന്നത്? ഇതിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം? മരിച്ചു, നാം ഒരു വീട്ടിൽ മരണം നടന്നു, ഈ ആളിൻ്റെ അവസ്ഥ എന്താണ്, നാളെ എന്തായിത്തീരും? ഇങ്ങനെ മറ്റാരും വന്ന് പ്രബോധിപ്പിക്കാതെ വീട്ടിലുള്ളവർ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലാതെ ഒന്നിച്ചിരിക്കുമ്പോൾ സംസാരിച്ച് നല്ല ആത്മീയമായ കാര്യത്തെക്കുറിച്ച് ബോധവും ബോധ്യമുള്ളവരായി മുന്നോട്ട് പോകുന്നവരാരാ? ആകെ ഇതുപോലുള്ള വേദികളിൽ കേൾക്കുന്നതേ ഉള്ളൂ. ആത്മീയമായ കാര്യത്തിന് വേണ്ടി ആരാധനാക്രമമായ കൂദാശ പുസ്തകങ്ങൾ ഒഴിച്ച് ആത്മീയമായ പ്രബോധനം നൽകുന്ന ഒരു പുസ്തകം വില കൊടുത്ത് ഒരു വർഷത്തിൽ ഒരെണ്ണമെങ്കിലും മേടിക്കുന്ന ആളുകൾ ആരാ? ചില ആളുകളൊക്കെ പുസ്തകങ്ങളൊക്കെ എഴുതാൻ തുടങ്ങുമ്പോൾ ഒരാവേശത്തിന് നമ്മൾ പൈസയൊക്കെ മുടക്കി ഇറക്കും. പക്ഷെ പിന്നീട് ആളുകൾ വായിക്കുന്ന ആ ലാഭവും കാണുമ്പോൾ അതിനകത്ത് വലിയ അർത്ഥമില്ലെന്ന് മനസ്സിലാവും. പിന്നെ ഇത്ര പുസ്തകം എഴുതിയെന്നൊക്കെയുള്ളൊരു സന്തോഷത്തിന് എഴുതാമെന്നല്ലാതെ അതിന് വലിയ കാര്യമില്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, പുസ്തകങ്ങളങ്ങനെ വായിക്കുന്ന ശീലം തന്നെ കുറഞ്ഞിട്ടുണ്ട്. പരിഭവങ്ങളല്ല, ദൈവകൃപയെക്കുറിച്ചാണ് വീടുകളിൽ സംസാരിക്കേണ്ടത്. നിങ്ങൾക്ക് പരിഭവം സംസാരിക്കണോ? സർക്കാർ ഓഫീസിൽ പോയി സംസാരിക്കുക. പരിഭവങ്ങളെക്കുറിച്ച് പറയണോ? നിങ്ങൾ നല്ല ഹോട്ടലിൽ കൂട്ടുകാരുമൊത്ത് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ 3-4 മണിക്കൂർ സ്പെൻഡ് ചെയ്യുമ്പോൾ അവിടെ പറയുക. വീട്ടിൽ പറയേണ്ടത് എന്താ? ദൈവത്തിൻ്റെ കരുണയും കൃപയും, കുറിയേലായിസോൻ എന്ന പ്രാർത്ഥന, ദൈവം ഞങ്ങളോട് കരുണ ചെയ്യണമെന്നാണ് അപേക്ഷിക്കുന്നതെങ്കിലും കരുണ ചെയ്തതിനെക്കുറിച്ച് ഇങ്ങനെ സന്തോഷത്തോട് വിടിവിടുന്ന മനുഷ്യൻ്റെ ഏക സ്ഥലമാണ് വീട്. അത് വന്നു കഴിയുമ്പോൾ കുറ്റവും കുറവുള്ള ആളുകൾ അത് ക്ഷമിക്കാനും പൊറുക്കാനും ആത്മനിയോഗതരായിത്തീരും. അപ്പോഴത് മറന്നു. അങ്ങനെ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കാൻ തക്കവണ്ണം സാധിക്കും. അവന് പ്രിയപ്പെട്ടവരുണ്ട്, അവന് സ്വന്തമായ ഭവനമുണ്ട്. അവിടേക്കാണ് യേശു തമ്പുരാൻ അവനെ അയച്ചത്. അന്യമായ ദേശത്തേക്കോ വിജനമായ സ്ഥലത്തേക്കോ അല്ല എന്ന് നാം പ്രത്യേകമായി അറിയുമ്പോൾ വീട്ടിലുള്ളവരുടെ ബന്ധങ്ങൾ എത്രമാത്രം മനസ്സ് തുറന്ന സമയം ഇത് നീ പോയി പ്രസ്താവിക്കുക എന്നൊക്കെ ഉള്ളത് കേൾക്കുമ്പോൾ പലർക്കും ഇറിറ്റേഷൻ വരും. യേശു അയച്ചതായിട്ട് സത്യവേദ പുസ്തകത്തിൽ പറയുന്നത് പ്രഖ്യാപിക്കാനാണ്. അവൻ്റെ സാന്നിധ്യം മാത്രം കാണുമ്പോൾ അത് വലിയൊരു പ്രഖ്യാപനമാണല്ലോ. അയ്യോ, അച്ഛൻ കുഞ്ഞ് തിരിച്ചു വന്നു, ഇത് എൻ്റെ മോൻ തന്നെയാണ്, അയ്യോ എൻ്റെ മോനെ എങ്ങനെ ഇങ്ങനെ മാറി, ഇപ്പോൾ ഇവനൊരു കുഴപ്പമില്ലല്ലോ, അയ്യോ, അത് ഷെയർ ചെയ്താൽ മതി. അല്ല, യു ഹാവ് ടു സ്പീക്ക് വിത്ത് യുവർ മൗത്ത്. വീട്ടിലുള്ളവരോട് പറയണം, പ്രസ്താവിക്കുക. എത്ര വീടുകളുണ്ട് ഹൃദയപൂർവമായ സംസാരമുള്ള വീടുകൾ? എത്ര വീടുകളിലുണ്ടെന്ന് അപ്പച്ചനും അമ്മച്ചിയും അവരുടെ മകനായ വീട്ടുകാരനായ അച്ചായനും ഭാര്യയും മക്കളും ഒക്കെ തമ്മിൽ ഹൃദയം തുറന്നുള്ള സംസാരമുള്ള വീടുകൾ ഏതാ? കുറഞ്ഞിട്ടുണ്ട് ഒത്തിരി.
ഈ വീട്ടിലുള്ളവരോട് നമ്മൾ സംസാരിച്ചില്ലെങ്കിലും ഇവിടെ ഇരിക്കുന്നവർ പല ആളുകളും മൊബൈലിൽ നോക്കുന്നത് പോലെ വിദേശത്തുള്ള ആളുകളെ മുഖാമുഖം നമ്മൾ സംസാരിക്കുന്നുണ്ട്. നമ്മുടെ ചെറിയൊരു ആവശ്യം പോലും അപ്പുറത്തുള്ള ആളിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട് വിദൂരതയിലിരിക്കുന്ന ആളുകളോട് നമ്മൾ സംസാരിക്കുകയും പങ്കിടുകയും ഹൃദയത്തിന് വേദന പകരുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അടുത്ത് നിൽക്കുന്ന ജീവിതത്തിൻ്റെ പങ്കാളികളായ ആ ഭവനത്തിൻ്റെ അംഗങ്ങളായവരോട് വെക്കുന്നില്ലെങ്കിൽ ഭവനം ശ്മശാനമായി മാറുകയാണ്. ആ വഴിക്കൂടെ ഒത്തിരി കാര്യങ്ങൾ റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ് ഉണ്ട്. ആ തരത്തിൽ നമ്മൾ കാര്യമായി ചിന്തിക്കണം. ഈ മനുഷ്യൻ തിരിച്ചുപോയി ഈ കാര്യം വീട്ടിലുള്ളവരോട് പ്രസ്താവിച്ചു എന്ന് ഇവിടെ വിവരിക്കുന്നില്ല. അതിനർത്ഥമില്ല. അവൻ പോയി കർത്താവ് തനിക്ക് ചെയ്തതെല്ലാം ദെക്കപ്പൊലി നാട്ടിൽ ഘോഷിച്ചു തുടങ്ങി. എല്ലാവരും ആശ്ചര്യപ്പെടുകയും ചെയ്തു. മൂന്നാമത് യേശു തമ്പുരാൻ ഇവനെ അയക്കുന്നത് ഒരു സ്നേഹത്തിൻ്റെ ഒരു പ്രഘോഷത്തിനാണ്. ഈസ് എ മാൻ ഓൺ മിഷൻ ഫോർ ദ പ്രൊക്ലമേഷൻ ഓഫ് ലവ്. സ്നേഹത്തിൻ്റെ പ്രഘോഷകനായി ഐക്യപ്പെടുന്നു. ഈ മനുഷ്യനെ അവൻ്റെ സ്വന്തം വീട്ടിലേക്കാണ് യേശു അയക്കുന്നതെങ്കിലും ദെക്കപ്പൊലി ദേശങ്ങളിൽ, പട്ടണങ്ങളിലൊക്കെയും 10 പട്ടണങ്ങളെന്നാണ് ദെക്കപ്പൊലീസ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഡെക്ക എന്ന വാക്ക് ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം 10 എന്നും പോലീസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പട്ടണം, സിറ്റി എന്നുമാണ്. 10 പട്ടണങ്ങളിൽ പ്രഘോഷിച്ചു തുടങ്ങി. ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറ്റം ചെയ്യാൻ കഴിയാത്ത ലോകത്തിൽ ഒറ്റയൊരു കൽപ്പനയും ഒരു പുസ്തകമേ ഉള്ളൂ. ആ പുസ്തകത്തിൻ്റെ പേര് തിരുവചനം എന്ന. മറ്റൊരു പുസ്തകത്തിനും ഒരാടെ വാചകത്തിനും അത്രയും വലിയ അസ്തിത്വം ദൈവികമായി ഇല്ല. ഈ പട്ടണങ്ങളിൽ അവൻ പ്രഘോഷിച്ചു തുടങ്ങി. എപ്പോഴ്? വിശുദ്ധ മർക്കോസ് ഈ സുവിശേഷം എഴുതുമ്പോൾ സുവിശേഷ പ്രചരണം മൂലം ക്രിസ്തുവിനെ പ്രഘോഷിച്ച് മുന്നോട്ട് നീങ്ങുന്ന സഭയുടെ ചിത്രം കണ്ടുകൊണ്ട് സുവിശേഷം എഴുതുമ്പോൾ ഞങ്ങൾ ഇവിടെ ഈ കരയിലിരുന്ന് ഈ കാര്യങ്ങൾ എഴുതുന്നു. ഈ തടാകത്തിൻ്റെ അപ്പുറത്തുള്ള ആ പ്രദേശങ്ങളിലെല്ലാം പണ്ട് ഭൂതം മാറ്റി യേശു തമ്പുരാൻ വിട്ടവൻ ആദ്യത്തെ മിഷണറിയായി ആ ദേശങ്ങളെല്ലാം പ്രഘോഷിച്ചു. ഇപ്പോൾ തന്നെ 10 പട്ടണം കഴിഞ്ഞു എന്നുള്ള വാർത്ത കിട്ടിയതുകൊണ്ടാണ് മർക്കോസ് എഴുതിയിരിക്കുന്നത് 10 പട്ടണങ്ങളിൽ അവൻ പ്രഘോഷിച്ച് തുടങ്ങി. ഇംഗ്ലീഷ് ഭാഷയിൽ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ സമാധാന പാലകരായ ആളുകൾക്ക് പോലീസ് എന്ന വാക്കും പോലീസ് എന്നുള്ള വാക്കിൽ നിന്നാണ് വരുന്നത് കേട്ടോ. അതിനൊരർത്ഥമുണ്ട്. ഗ്രീക്കുകാരുടെ ചിന്തയിൽ പട്ടണങ്ങളിൽ വസിക്കുന്നവർ സംസാര സമ്പന്നരും ഗ്രാമീണമായ അല്പം സംസ്കാരം കുറഞ്ഞവർ. ഇപ്പോഴും അങ്ങനെയാണല്ലോ. എന്തെങ്കിലും കാര്യങ്ങൾ പറയുവാണെങ്കിൽ അവനൊരു ഗ്രാമീണനായതുകൊണ്ട് തിരുവനി അത് അല്ല, തിരുവനി പറഞ്ഞ് ഗ്രാമീണ ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് അത് വിട്ടേര് എന്ന് പറഞ്ഞ് നമ്മളെ ഒരു സ്ലാങ് ഒക്കെ പറഞ്ഞ് ഗ്രാമത്തെ ഇച്ചിരി ചെയ്തു. ഇതിൻ്റെ അർത്ഥം പട്ടണങ്ങളിലുള്ള ആളുകൾ ഗ്രാമത്തിൽ എന്തെങ്കിലും പ്രശ്നം നടത്തിയാൽ സംസ്കാര ഔന്നത്യത്തിൽ നിൽക്കുന്ന ആളുകൾ ഈ പ്രശ്നം പരിഹരിക്കുമെന്നുള്ള രീതിയിലാണ് പോലീസ് എന്നുള്ള വാക്കിൽ നിന്ന് പോലീസ് എന്ന വാക്ക് കൊടുത്ത് ഇവരെ ഇങ്ങനെ ട്രെയിനിങ് കൊടുത്ത് വിട്ടിരിക്കുന്നത്. പക്ഷേ ഇതാദ്യമായി ഇങ്ങനെ കണ്ടുപിടിച്ച് ലിങ്ക് ചെയ്ത ആളുകളോട് ദൈവം ക്ഷമിക്കട്ടെ എന്ന് മാത്രമേ ഇപ്പോഴവരുടെ പ്രവൃത്തി കണ്ടിട്ട് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇവിടുത്തെ മാത്രമല്ല, ലോകത്തിലെ എല്ലായിടത്തും. പക്ഷേ ഇതിൻ്റെ അർത്ഥവും ഭാഷാപരമായി ഇങ്ങനെയാണ് ഇതുണ്ടായിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പോട്ടെ, അവിടെ തുടങ്ങി എന്ന ഒരു 4 വാക്കുകൾ നമുക്ക് നോക്കാം. യേശു തമ്പുരാൻ ആ പട്ടണം, ആ സ്ഥലം വിട്ടു പോകണമെന്ന് പറഞ്ഞു തുടങ്ങി. 17ാമത്തെ വാക്യം. അപ്പോൾ പന്നികളെ മേയിച്ച ആളുകൾ നാട്ടിൽ ചെന്ന് പറഞ്ഞ് ഒരു വലിയ ജനസമൂഹം ജാതിയായി കൊടിയും മറ്റ് ആയുധങ്ങളും എല്ലാമായി വന്ന് ഒരു ധാരണ നടത്തിയിട്ട് പറഞ്ഞു, നീ ഈ സ്ഥലം വിട്ടുപോകണം. ഒറ്റ പ്രാവശ്യമല്ല പറഞ്ഞത്. ഇവിടെ എഴുതിയിരിക്കുന്നത് അതിർ വിട്ടു പോകുവാൻ അപേക്ഷിച്ച് തുടങ്ങി. യേശു തമ്പുരാന് ട്രാൻസ്ഫർ കൽപ്പന കൊടുത്ത ആളുകളാണ് ഇവിടെ ഉള്ളവർ. പോകാൻ പോ എന്നതേ ഇൻസിസ്റ്റഡ്. ഓരോ അക്ഷരവും ഇതിലെ ദൈവം നിയോഗിച്ചിട്ട് എഴുതിയതാണ്. യേശു അവരുടെ അതിർ വിട്ടു പോകാൻ അവർ നിർബന്ധിച്ച് തുടങ്ങി. ആ സ്ഥലത്ത് പന്നികളെ പരിപാലിക്കുക എന്ന് പറയുന്നത് യഹൂദന് നിശ്ചിതമാകിയാൽ അവരുടെ ഒരു ചിന്തയിൽ നിശ്ചിതമായ ഒരു ജോലിയും ആ സംസ്കാരമുള്ള ഒരു സ്ഥലമായത്. അനേക ആളുകൾ ഉപജീവന മാർഗമാണ്. പക്ഷെ ക്രിസ്തു അവിടെ വരുമ്പോൾ, സുവിശേഷം ഇവിടെ വരുമ്പോൾ എക്കണോമിയെ അല്ല നോക്കുന്നത്, സംസ്കാരത്തെയും മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധം നിലനിർത്താൻ കഴിയുന്നതാണോന്നോ. ദൈവികമായി അതിനെ ലാളിക്കുവാൻ പരിപോഷിപ്പിക്കുവാൻ കഴിയാത്ത തൊഴിലും എക്കണോമിയും സംസ്കാരവും തകിടം മറിക്കാനുള്ള ശക്തി ലോകത്തിൽ സുവിശേഷത്തിന് മാത്രമുള്ളത് കൊണ്ടാണ്
സുവിശേഷം പ്രസംഗിക്കുന്നത് കേൾക്കുമ്പോഴും സുവിശേഷം പ്രസംഗിക്കുന്നവരെ കാണുമ്പോഴും ആളുകൾക്ക് അസ്വസ്ഥതയുള്ളത് ബാക്കിയുള്ളവർക്ക് ഈ പ്രശ്നമില്ല. സുവിശേഷം അത് ചേഞ്ച് ചെയ്യും. സന്മാർഗനിഷ്ഠയിലും ദൈവപ്രീതിക്കും യോഗ്യമല്ലാത്ത തൊഴിൽ ചെയ്യുന്ന ഒരു പ്രദേശത്ത് അതുമൂലം ഉണ്ടാകുന്ന സാമ്പത്തിക നേട്ടത്തെ തകിടം മറിക്കുവാൻ കഴിയുന്ന ശക്തമായ ദൈവത്തിൻ്റെ ആയുധമാണ് ക്രിസ്തുവും സുവിശേഷവും. അത് കേൾക്കുമ്പോൾ അസ്വാരസ്യങ്ങളുണ്ടാവും. ഈ മനുഷ്യൻ യേശുവിൻ്റെ അടുക്കൽ സുബോധം കൊണ്ടും വസ്ത്രം ധരിച്ചു വരുന്നപ്പോൾ ആ നാട്ടിൽ നിന്ന് വന്നവരെല്ലാം അവനെ കണ്ട് ഭയപ്പെട്ടു. ഫോബോസ് എന്ന വാക്ക. സത്യത്തിൽ എനിക്കും അതിശയം തോന്നി. എന്താണ് ഇവിടെ ഒരു മനുഷ്യൻ നാട്ടിൽ നിന്ന് നന്നായത് കാണുമ്പോൾ മറ്റുള്ളവർ സന്തോഷിക്കുന്നതിന് പകരം ഭയപ്പെട്ടു. അതിന് കാരണമുണ്ട്. അല്പം മുമ്പ് വരെ, ഇന്നലെ വരെ പച്ച പകൽ ഇതിലെ പോയിട്ട് അതിനടുത്തുകൂടെ പോകാതെ ഒരു ശബ്ദം കേൾപ്പിക്കാതെ ഉറങ്ങുവാണെന്ന് വിചാരിച്ച, അടുത്തൊരു സ്കൂളുണ്ടെന്ന് വിചാരിച്ചേ, അടുത്ത് കുറച്ച് ആളുകൾ താമസമുണ്ടെന്ന് വിചാരിച്ചേ, ഈ മനുഷ്യൻ്റെ ഈ ഭീകരമായ ഇത്ര ഭയാനകമായ സ്വഭാവ വിശേഷം ഉള്ളത് കൊണ്ട് ആളുകൾ ഭയപ്പെട്ടു. ഇപ്പൊ ഇവൻ മാറിയിരിക്കുന്നെങ്കിലും അവൻ്റെ അടുത്തോട്ട് ചെന്നാൽ റിസ്ക് എടുക്കാൻ ആരും തയ്യാറല്ല. നീ എന്നാന്ന് പോ, നീ എന്നാന്ന്. അപ്പൊ എല്ലാവർക്കും ഭയമായി. ഭയം, അവൻ്റെ ജീവിതത്തിൽ നിന്ന് ആളുകൾക്കുണ്ടാകുന്ന ഭയം. പ്രിയമുള്ളവരെ, ഭയപൂർണമായ ഭയചകിതമായ മനുഷ്യൻ്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തുവാനായി ദൈവം നൽകിയിട്ടുള്ള ഒരു വരദാനമാണ് സുവിശേഷം. യേശു നൽകുന്നതാണ്. അതുകൊണ്ട് ഈ ഭാഗത്തിൻ്റെ അന്ത്യത്തിൽ പ്രഘോഷിച്ചു തുടങ്ങി. എല്ലാവരും ആശ്ചര്യപ്പെടുകയും ചെയ്തു. Everyone was amazed. They wondered. ഫോബോസ് എന്നുള്ള ആ ഒരു പേടി എന്നുള്ള അവസ്ഥയിൽ നിന്ന് തൗമാക്സിയ, അമേസ്മെന്റ് ഓർ വണ്ടർ, ആളുകൾക്ക് അതിശയം തോന്നി. നമ്മുടെ ജീവിതത്തിൽ അതിശയവും കൗതുകവും എന്ന് നിൽക്കുന്നോ അന്ന് നമ്മൾ മരിക്കും. കഴിക്കാൻ എന്നെ വേണം ചായ, കുടിക്കാൻ എന്നെ വേണം, ധരിക്കാൻ എന്നെ വേണം. അങ്ങനെ ജീവിച്ചിട്ട് കാര്യമുണ്ടോ? ചില ആളുകൾ തെറ്റിദ്ധരിച്ച് ഇതുപോലുള്ള വേദികളിൽ വന്ന് പറയും അവരുടെ ആത്മീയ ഔന്നത്യം കൊണ്ട്. അമ്പേ അല്ല, അവരുടെ പ്രിറ്റൻഷൻ കൊണ്ടാണ്. എന്താ പ്രിറ്റൻഷൻ? അഭിനയം, നാടകീയതയുടെ ഒരു ഭാഗം എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ നിന്ന് ഈ പറയുന്നതും അല്ലാത്തതും കൂടെ നമ്മൾ കൂട്ടിക്കൊഴിക്കുമ്പോൾ അറിയാം അത് തമ്മിൽ ബന്ധമില്ല. ഇപ്പം എന്നെ പോലെ ഒരു അച്ഛനെ, ഇവിടെ ഇരിക്കുന്നവരെല്ലാം വിശ്വാസികളാണല്ലോ. നമ്മുടെ ഒരു വീട്ടിൽ നിന്ന് ഭക്ഷണം കൊടുക്കേണ്ട ഒരു ദിവസം, എൻ്റെ പിതാവിൻ്റെ ഓർമ്മ ദിവസം അച്ഛന് ഭക്ഷണം കൊടുക്കും. എത്ര തരത്തിൽ വലിയ അടുപ്പമില്ലാത്ത ആളുകളാണെങ്കിലും അച്ഛന് ഇഷ്ടപ്പെട്ടതെന്ന് അന്വേഷിക്കാത്ത ആരെങ്കിലും കാണുമോ? പള്ളി ആരും കാണത്തില്ല. എല്ലാ ആളുകളും അന്വേഷിക്കും. ആ ഇഷ്ടമുള്ളത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു നേരത്തേക്ക് കൊടുക്കാവുന്ന ആളുകളുടെ ആഗ്രഹം. അപ്പോൾ ഭയത്തിൽ നിന്ന്, സമൂഹത്തിൻ്റെ ഭയത്തിൽ നിന്ന് സമൂഹത്തെ അതിശയത്തിലേക്ക്, കൗതുകത്തിലേക്ക്, താല്പര്യത്തിലേക്ക് ജനിപ്പിക്കാൻ കഴിയുന്ന പ്രഘോഷണമാണ് ഈ മനുഷ്യൻ പ്രഘോഷിച്ചത്. എനിക്കറിയില്ല വീട്ടിൽ ചെന്ന് ഇവൻ എങ്ങനെ അവിടെയുള്ളവരുടെ ആ മതിപ്പ് അവൻ നേടി, എങ്ങനെ ഇവന് ഒരു പട്ടണത്തിൽ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കാൻ സാധിച്ചു, എങ്ങനെ ഇവന് രണ്ടാമത്തെ പട്ടണത്തിൽ പോകാൻ സാധിച്ചു, എങ്ങനെ 10 പട്ടണങ്ങൾ ഇതിനകം അവൻ പൂർത്തീകരിക്കാൻ സാധിച്ചു. ഇത് നമ്മളെ അതിശയിപ്പിക്കണം. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. കാലമെന്ന തോണിയിലൂടെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന് ലോകത്തിൻ്റെ തിന്മയാകുന്ന അനുഭവങ്ങളുടെ ഒരു തീരത്ത് നിന്ന് മറുതീരത്തേക്ക് വഞ്ചിയിൽ വന്ന് നമ്മുടെ രൂപത്തെയും ഭാവത്തെയും അനുഭവത്തെയും മാറ്റി ദൈവത്തിൻ്റെ ഭവനമായിരുന്ന അതിലൊരു അംഗമായ മനുഷ്യവർഗം ദൈവത്തിൽ നിന്ന് അകന്നുപോയതിനെ പുനഃസ്ഥാപിച്ച് പ്രകാശത്തിൻ്റെ വസ്ത്രം നൽകി സുബോധമുള്ളവരായി, സന്തോഷവും സമാധാനവും സ്നേഹവും പ്രഘോഷിക്കുന്നവരായി ഐക്യപ്പെട്ടവരാകുന്നു നാം. ഇത് ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തെ ഒറ്റ വാക്കുകൾ സംഗ്രഹിക്കുന്ന ഒരു വേദഭാഗം കൂടെയാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. 3 കാര്യമാണല്ലോ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ പ്രത്യേകമായി പറഞ്ഞത്. ഒന്ന്, അവൻ
കല്ലറയിൽ നിന്ന് ഭവനത്തിലേക്ക് അയക്കപ്പെട്ടവൻ. യേശുവിൻ്റെ കൂടെ വരികയല്ല, യേശുവിനോടൊത്തായിരിക്കുകയല്ല, നീ വീട്ടിലേക്ക് പോകണം എന്ന കർത്താവിൻ്റെ നിർബന്ധം. മറ്റേതിടങ്ങളിലും നമുക്ക് പ്രവർത്തിക്കുന്നതിന് ഒരു മാനദണ്ഡമുണ്ട്, ഒരു ക്രൈറ്റീരിയ ഉണ്ട്, കോഡ് ഓഫ് കോണ്ടക്ട് ഉണ്ടെങ്കിൽ അതിനേക്കാൾ ഉപരിയായ സംസ്കാരവും സുബോധവും നിലനിർത്തേണ്ട ഇടമാണ് നമുക്ക് പ്രിയമായ നമ്മുടെ ഭവനം. അല്ലെങ്കിൽ നമുക്ക് പ്രിയമായ ഭവനമാക്കി അങ്ങനെയുള്ളതിനെ മാറ്റേണ്ടത് ആവശ്യമാണ്. 2, അവന് അറ്റുപോയ, മുറിവേറ്റപ്പെട്ടതായ, വികലമായിരുന്ന ബന്ധങ്ങളെ യേശു തമ്പുരാൻ അരക്കെട്ടുറപ്പിക്കാനാണ് അവനെ അയച്ചത്. ഹി ഹാസ് ബീൻ സെന്റ് ടു റീഇൻസ്റ്റേറ്റ് ദ ബ്രോക്കൺ റിലേഷൻഷിപ്പ്. ആളുകളോടുള്ള ബന്ധം. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഉമ്മൻചാണ്ടി ഒരു സ്നേഹ യാത്ര എന്ന് ഈ നാട്ടുകാരനായ നമ്മുടെ പ്രിയപ്പെട്ട അലക്സ് തെക്കൻനാട്ടിൽ എഴുതിയ പുസ്തകത്തിൻ്റെ 155 പേജിൽ മലയാള മനോരമയിൽ ജൂലൈ 26 ഉമ്മൻചാണ്ടി സാറുടെ സംസ്കാര ശുശ്രൂഷ കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം കാഴ്ചപ്പാട് പേജിൽ ശ്രീ ഉണ്ണി എഴുതിയതായ ഒരു നല്ല കാഴ്ചപ്പാടോടുകൂടിയുള്ള ഒരു ലേഖനം, ആദരം ജനാധിപത്യത്തിന് എന്ന ആ ഹെഡിങ്ങിൽ കൊടുത്തിരിക്കുന്നതിലെ ഒരു ഭാഗം മുറിച്ചെയ്തിട്ടുണ്ട്. ഞാനിത് വായിച്ചത് പത്രത്തിൽ നിന്നല്ല, അലക്സിൻ്റെ ഈ പുസ്തകത്തിൽ നിന്നായതുകൊണ്ടാണ് അതിനെ കോട്ട് ചെയ്യേണ്ടതായിട്ട് വന്നത്. അവിടെ പറയുന്നത്, തിരുവനന്തപുരത്ത് നിന്ന് പുതുപ്പള്ളിയിലേക്കുള്ള അകലം എത്ര അളന്നിട്ടും എത്രയെന്ന് കണ്ടുപിടിക്കാൻ കഴിയാത്ത തരത്തിൽ ആ ബന്ധം വളർന്നു. അകലമെന്ന ആ വാക്ക് ഞാൻ മാറ്റാൻ ആഗ്രഹിക്കുന്നു. വ്യക്തികളോടുള്ള ഇഴയടുപ്പമുള്ള ബന്ധം ദൃഢമായതുകൊണ്ട് ഈ 160 കിലോമീറ്റർ അനന്തമായി മനുഷ്യൻ്റെ അളവുകോളിന് അതീതമായി പോയി. ഇങ്ങനെ സമൂഹത്തെ തന്നെ ഒരു കാരണവരായി, ഒരു അപ്പനായി, സ്നേഹനിധിയായി മാറാൻ ഒരു മനുഷ്യന് സാധിക്കുമെങ്കിൽ, ക്രിസ്തുവിനാൽ നിയോഗിക്കപ്പെട്ട് ദൈവകൃപ ലഭിച്ച ദമ്പതികളെ, ക്രിസ്തുവിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിച്ച് പുരോഹിതന്മാരാൽ നിങ്ങൾ സമാധാനത്താലെ പോകുവീനെന്ന് അനുഗ്രഹിച്ച് ഭവനങ്ങളിലേക്ക് വന്ന മാമോദീസയേറ്റ വിശ്വാസികളെ, ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിച്ച് നിങ്ങൾ സമാധാനത്താലെ പോകുവീനെന്നുള്ള ആശംസാവചനം കേട്ട് ഭവനത്തിലേക്ക് വരുന്നവരെ, നമ്മൾ എത്രമാത്രം വ്യക്തിബന്ധങ്ങളെ ദൃഢപ്പെടുത്തി ഈ സമൂഹത്തെയും സഭയെയും ഭവനങ്ങളെയും ഒരു നിർവചനത്തിലൂടെ, വ്യക്തിബന്ധങ്ങളുടെ പുനർവ്യാഖ്യാനത്തിലൂടെ ആക്കേണ്ടിയിരിക്കുന്നു എന്ന് ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിരവധിയായ ആത്മനൽവരങ്ങൾ നൽകി കൂടുതൽ ചുമതലാബോധത്തോടെ ജീവിക്കുവാൻ, നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാവുവാൻ, ഭീതിയിൽ നിന്ന് പ്രത്യാശ നൽകുന്ന ആ ഒരു അവസ്ഥയിലേക്ക് വരുവാനിടയാകട്ടെ. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ.